നമസ്കാരം എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മള് ലോകയെ കീറി മുറിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളൊരു പുതിയൊരു സാധനം നമ്മൾ ട്രൈ ചെയ്യാൻ. അപ്പോ ലോക സിനിമ കാണാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക. ഇതിൽ ഒരുപാട് സ്പോയിലേഴ്സ് വരും. ലോകയെ കുറിച്ച് ഒരു ഡീപ്പ് അനാലിസിസ് ആണ് നടത്താൻ. ലോകയിലുള്ള ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഇപ്പോ ചാത്തനായാലും ഒടിയനായാലും നീലി ആയാലും കത്തനാരായാലും അവരെയൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആണോ അതൊക്കെ നിങ്ങൾ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി നമുക്ക് ഇന്നൊരു എക്സ്പേർട്ടിനെ തന്നെ കൊണ്ടുവന്നു. എന്റെ തലയിലായി പ്രൊഫസർ അരുൺ. ശ്രീകാന്ത് അല്ലാത്തോണ്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീലിയെ പറ്റിയും പിന്നെ കത്തനാറിനെ പറ്റിയും ഒടിയനെ പറ്റിയും എല്ലാം ഗഗനമായിട്ടുള്ള അറിവുള്ള ഒരു പ്രൊഫസറിനെ അല്ല, സീരിയസ് ആയിട്ട് അരുൺ ചേട്ടന് ഇതിനെ പറ്റിയിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഒക്കെ കുറച്ചറിയാം. നമുക്ക് ഇതിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ പറഞ്ഞു അരുൺ ചേട്ടൻ. അപ്പം ആ സ്റ്റോറി ഒന്നും സിനിമയിൽ ഇല്ലെങ്കിലും ഞാൻ തന്നെ സ്റ്റോറി ഇറക്കും. അല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ച് അറിയാലോ, എല്ലാരും അറിവ് വെച്ച് നമുക്ക് നോക്കാം. എനിക്ക് സിനിമ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ. പഠിച്ചിട്ട് വന്ന. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ആദ്യം തന്നെ കല്ലിയങ്കാട്ട് നീലി ഇൻ ബാംഗ്ലൂർ. എന്തുകൊണ്ട് ബാംഗ്ലൂർ? ബാംഗ്ലൂർ എനിക്ക് എന്തോ ഒരു മിഷൻ അല്ലേ, മിഷനായിട്ടല്ലേ ആദ്യം കാണിക്കുന്നത്. മിഷന്റെ ഇത് ഭാഗമായിട്ട് വരുന്ന പോലെയാണ് ക്യാരക്ടറിനെ കാണിക്കുന്നത്. മീനില് ആ ഒരു തുടക്കത്തിലെ ഒരു ഞാനൊരു സ്ഥലത്ത് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടക്കത്തിൽ കാണിക്കുന്ന സീനല്ലേ, അത് ഫ്യൂച്ചറിലുള്ള സാധനം എന്നാണ് കേട്ടത്. അത് പുള്ളി അങ്ങനെ റിവീൽ ചെയ്തെന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ ഒരു മിഷൻ, ഈ ഒരു യുദ്ധം വരുമെന്ന് പറഞ്ഞില്ലേ, അത് അതിന്റെ ഒരു സീനാണെന്നാണ് കേട്ടത്. അതെനിക്ക് തോന്നുന്നു അതിന്റെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു, ഡൊമിനിക്ക് പുള്ളി തന്നെ പറഞ്ഞു എന്ന് പറയുന്നതായിട്ട്. അങ്ങനെ റിവീൽ ചെയ്തു. ആ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നടക്കുന്നതാണ്. അത് ബാംഗ്ലൂരിലുള്ള ആദ്യത്തെ ഈ ഫൈറ്റ്. ആദ്യത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞിട്ടുള്ളതാണ്. നീലി അവിടെ ബാംഗ്ലൂർ വന്ന അതിനാണ്. അതാണ് ആക്ച്വലി എന്തോ ഒരു സാധനം പുള്ളി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എടുത്ത് വെച്ചിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത് ഇനി നടക്കാൻ പോണ ഒരു സംഭവത്തിന്റെ ഒരു സീനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ അവർ പറയുന്നുണ്ട്, ആ മുകളിൽ നിന്ന് ആരോ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പുള്ളിക്കാരി. അങ്ങനെ ഒരു സീക്വൻസും ഉണ്ട് അതിൽ. അതെനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ, ഒരു വട്ടം കണ്ട അതിലുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് ഒരു പേര് പറയുന്നത്, ഇസ്താർ എന്ന് പറഞ്ഞ പേര് ഒരു വില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് അതിൽ തന്നെ ഇസ്താർ എന്ന് പറയുന്നത് ഒരു അവര് തമ്മിലുള്ള ഒരു റൈവൽ സാധനമാണ്. അതാണ് ആക്ച്വലി അത് ആദ്യം കാണിക്കുന്നത്. അതിൽ എനിക്ക് ഇസ്താർ ആണ് മെയിൻ വില്ലനായിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ ആ ഫസ്റ്റ് നമ്മൾ കാണുന്ന മൂവിയിലെ സീക്വൻസിൽ അതാണ് കാണിക്കുന്നത്. അവര് തമ്മിലുള്ള റൈവൽ സാധനം കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് നമ്മുടെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ. അവര് ഒരു മീൻസ് മറ്റേ നമ്മള് ഹോളിവുഡിൽ കണക്കാണെങ്കിൽ ബ്ലേഡ്, ഡ്രാക്കുളയൊക്കെ അതിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നീലിയിൽ കൊണ്ടുവരുന്ന നമ്മളെ ഒരു ഫോക്ലോറുമായിട്ട് അവര് കണക്ട് ചെയ്ത് കൊണ്ട്. കല്ലിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്ത് കത്തനാർ സീരിയലിലാണ് നമ്മള് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള. കത്തനാർ സീരിയലില് സുകന്യ അഭിനയിച്ച് ഒരു ആണി ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഫുള്ള് ഇത് കാരണം. പിന്നെ മാത്രമല്ല, യക്ഷിക്ക് പൊതുവെ വെള്ള സാരി ആ തീമാണ്. നമ്മള് പണ്ട് തൊട്ട് വെള്ള സാരി അതില് മറ്റേ കത്തനാരുടെ ശിങ്കിടി പോലെയാണ് അല്ലേ പുള്ളിക്കാരി എപ്പോഴും പുള്ളിക്കാരിക്ക് ഒരു ഈസി, കത്തനാറിന് ഒരു ഈസി സാധനമാണ് ഈ നീലിയെ തളക്കണെന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒരു വടിയെടുത്തിട്ട് ഒരു ഇത് വരും. പിന്നെ കുറച്ചാൾ ഹെൽപ്പർ പോലെ നടക്കുമല്ലേ എനിക്ക് സിനിമയിലും ഉണ്ടല്ലോ ഇഷ്ടം പോലെ നീലിയ സിനിമ ഇഷ്ടം പോലെ. നമ്മള് സിനിമ ആദ്യം ഫസ്റ്റ് ഷോ കാണുമ്പോഴ് നമുക്ക് ഈ കല്ലിയങ്കാട്ട് നീലിയും അങ്ങനെ ഒരു സാധനം അറിഞ്ഞൂടാ ഇത് സംഭവം വരുമെന്ന് അറിഞ്ഞൂടല്ലോ. പക്ഷെ ഈ ഒരു സാധനം ആ നീലി എന്ന് പറഞ്ഞപ്പോ നമ്മള് ഞെട്ടിപ്പോയി അല്ലേ. ക്യാരക്ടറാണ് എന്ന് പറയുന്നത് നമ്മളിത് പ്രതീക്ഷിക്കൂല. കുഞ്ഞു നീലി കണ്ടാണ് ആ കൊച്ചിനെ വിളിക്കുന്നത് അല്ലേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അപ്പോഴും കണ്ടാണ് നമുക്ക് റിവീൽ ആവുന്നേ നീലി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മള് കേട്ട കല്ലിയങ്കാട്ട് നീലി ഒരു മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മരിച്ചുപോയി, അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്ന് പിന്നെ തളച്ച് അങ്ങനെയൊക്കെ സംഭവമാണ്. പക്ഷെ ഇതില് വൈറസ് ആയിട്ടാണ് അല്ല, പക്ഷെ ആ കല്ലിയങ്കാട്ട് നീലിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോഴേ, അതായത് അവള് പുള്ളിക്കാരി കല്ലിയങ്കാട്ട് നീലി ആവുന്നത്, അപ്പൊ ഒരു പ്രതിമയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പിന്നെ വവ്വാലുകളൊക്കെ വന്ന് അത് നമുക്ക് ഇതിന്റെ എൻഡിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ആ കാര്യം പറയാം. പക്ഷെ നീലിയുടെ കേസ് നമ്മുടെ ഇതിൽ നിന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിൽ കണ്ടിട്ട് യക്ഷി ഇത് അതിൽ നിന്ന് വെച്ചാൽ ഒറിജിനലി മീൻസ് ഞാൻ അല്ലാതെ കഥകൾ ഇങ്ങനെ കേട്ടെന്ന് വെച്ചാൽ
പുള്ളിക്കാരി എന്നുവെച്ചാൽ പഴയ സിനിമയുണ്ട് അതിനെപ്പറ്റി. എനിക്ക് തോന്നുന്നു പഴയ കാലം 90s സംതിങ് നമ്മളൊക്കെ ഇരിക്കുന്ന മുന്നേ ആ സിനിമ ഉണ്ടെന്ന് ആ സിനിമയാണ് അതിൽ കാണണേന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു. അവന്മാരിരുന്ന് കാണുന്നത് ശ്രീവിദ്യയുടെ കല്യാങ്കാട്ട് നീലിയാണ്. അതിൽ എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരു രാജകുമാരി മീൻസ് ഒരു നാടുവാഴി പുള്ളിക്കാരിയുടെ മകളാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു എനിക്കൊരു മീൻസ് അമ്പലത്തില് നിൽക്കുന്ന പുള്ളിക്കാരനായിട്ട് അഫയർ ആവുന്നു. അങ്ങനെ അവരെ കല്യാണം കഴിയുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായി പുള്ളിക്കാരെ ഉടായിപ്പോ പുള്ളിക്കാരൻ ഈ സ്വത്ത് കണ്ടിട്ട് വരുന്നു. അപ്പൊ ഈ അമ്മ പുറത്താക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മീൻസ് ഭർത്താവിന്റെ കൂടെ തന്നെ ഭാര്യ നീലി അത് തന്നെ ചെയ്യണമല്ലോ. നമ്മളെ നാട്ടു നടപ്പ് പ്രകാരം അങ്ങനെയാണ്. ആർഷഭാര സംസ്കാരം പ്രകാരം അന്ന് മസ്റ്റ് ഗോയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു ഫ്രോഡ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ സ്വർണത്തിന് വേണ്ടി പുള്ളിക്കാരെ കല്ല് വെച്ച് തലക്കടിച്ച് കൊല്ലുന്നു. ട്രാജഡി സാധനങ്ങളാണ്. അങ്ങനെ എന്നാലും പുള്ളിക്കാരനെ ഗതി പിടിക്കത്തില്ല. പുള്ളിക്കാരെ സ്വർണം കൊണ്ട് പോകുന്ന വഴിക്ക് പാമ്പ് അടിച്ച് മരിക്കുന്നു. പിന്നെ സഹോദരൻ അന്വേഷിച്ച് വരുന്നു സഹോദരിയെ. അങ്ങനെ ഇത് കാണുമ്പോൾ സഹോദരി മരിച്ചു കിടക്കുന്ന പുള്ളിക്കാരൻ സഹിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരന് അതേ കല്ല് തല്ലി ചത്തു എന്നാണ് പറയുന്നത്. ഞാൻ നസ്ലിനെയും കല്യാണിനെയും ഇങ്ങനെ നോക്കിയാണ്. നസ്ലിൻ ഇങ്ങനെ തലക്കടിക്കുന്നു. നസ്ലിനെ വില്ലനായിട്ട് മറ്റേ സിനിമയിൽ ഇതായിട്ട് ഒരു ബന്ധമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എവരാണ് ഈ പ്രേതമായിട്ട് വരുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ഇവർ രണ്ടുപേരും പുനർജനിക്കും. നീലനും നീലിയുമായിട്ട്. അങ്ങനെയാണ് നീലനും നീലിയായിട്ട് വേറെ രാജാവിന് ജനിക്കും. അല്ലാതെ ഇവര് രക്ഷയാവും അവരാവില്ല. ഇവരാണ് ജനിക്കുന്നത്. പക്ഷെ ഇവര് ജനിക്കുന്ന തൊട്ട് തന്നെ ഇവർ അമാനുഷികമായിട്ടാണ് ജനിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ അതിലൊരു ഇതുണ്ട്. ഇവര് ജനിച്ചോട്ടെന്ന് വെച്ചാൽ ആ രാജാവിന്റെ നാട്ടിലുള്ള കന്നുകാലികൾ മരിച്ചു തുടങ്ങും. അങ്ങനെയൊക്കെ. അപ്പോഴത്തേക്ക് രാജാവിന് ഇത് ഡൗട്ട് അടി. മീൻസ് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇവരെ ജനത്തോടെ പ്രശ്നമുണ്ട്. കാരണം ഇരട്ടകളായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെയാണ് പറയുന്ന കഥ. ഇരട്ടകളായിട്ട് ജനിച്ച നാടിന് ദോഷം വന്നു. അങ്ങനെയാണോന്ന് എനിക്ക് ഇരട്ടകള് ജനിച്ചപ്പോ അങ്ങനെ വെച്ചാൽ കന്നുകാലികൾ മരിക്കുന്നു, നാടിന് മൊത്തം ദോഷം. കന്ന് ഇതൊക്കെയല്ലേ അവരുടെ വരുമാനം. അത് അപ്പൊ എല്ലാരും മറ്റേ ഈ കണിയാരെയൊക്കെ വെച്ച് ശ്രദ്ധിക്കുന്നു. പിന്നെ രാജാവിന് തന്നെ ഒരു ഡൗട്ട് വന്ന് സ്പൈ വിടുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് എവരാണ് അതിനെ കൊല്ലുന്നത്. കൊച്ചുങ്ങള് ഇവരാണ് ചെയ്യുന്നത് എന്നുള്ള തീമിൽ വരുന്നത്. കഥയാണ് ആക്ച്വലി. അത് ചിലപ്പോ ഇങ്ങനെ ചോര കുടിക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. അതിന് ചിലപ്പോ അവര് ജനിച്ച അങ്ങനെ മൃഗങ്ങളെ കൊല്ലുന്ന മനസ്സിലാവും. അങ്ങനെ രീതിയിലാണ്. അപ്പൊ രാജാവിന്റെ ഈ പ്രശ്നം വെക്കുന്നു. അവർക്ക് മനസ്സിലാവും, എല്ലാം കൊണ്ട് കണ്ടുപിടി. അങ്ങനെ അവരെ പുറത്താക്കും. മീൻസ് നാട്ടിൽ നിന്ന് പുറത്ത്. മക്കളായോണ്ട് കൊല്ലാൻ പറ്റുന്നതുകൊണ്ട് പുറത്താക്കി. എന്നുവെച്ചാൽ തമിഴ്നാട് നാർഗോവിൽ എന്തോ ആണ്. അങ്ങനെയാണ് കഥ. ഇത് നാർഗോവിൽ എന്തോ ഒരു രാജ്യത്ത് അന്നത്തെ കാട്ടിലാക്കുന്നു. അങ്ങനെ ഇവർക്ക് അങ്ങനെ നിന്ന് അവർക്ക് ദേഷ്യം വരും, റിവെഞ്ച് വരും. ആ വഴി പോകുന്നവരൊക്കെ ഒന്ന് തുടങ്ങും. ആൾറെഡി വലുതായി. ആൾറെഡി വലുത്. അവര് പിന്നെ കാട്ടിലായി, പുറത്താക്കിയവരാ. മനസ്സിലായി. പിന്നെ അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആവും. അവരവിടെ വരുന്നവരെ ഇവര് രണ്ടുപേരുണ്ട്. നീലനും കഥ എന്താ? അത് അതാണ് നമുക്ക് അറിഞ്ഞൂടാ. ഇനി സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. മനസ്സിലായി. ആ കുട്ടിയെ മാത്രമാണ് അതിൽ കാണിക്കണം. ഇനി ആ സഹോദരൻ ഉണ്ടോ എന്നൊന്നും കാണിക്കുന്നില്ലല്ലോ. പിന്നെ ഇവരെ തളയ്ക്കാൻ വരുന്ന അതില് മീൻസ് കഥയുണ്ട. അങ്ങനെ അവിടെയുള്ള നാട്ടുകാർക്ക് ഇതൊരു പ്രശ്നമായി തുടങ്ങും. ഇവരിങ്ങനെ വരുന്നതും അങ്ങനെ അവരൊരു തമ്പുരാനെ പോലെ ഒരാളെ കൊണ്ടുവരും. ഇങ്ങനെ മന്ത്രവാദി കൊണ്ട് പുള്ളിക്കാരൻ നീലനെ തളയ്ക്കും. മനസ്സിലായ? പക്ഷെ അതില് ഈ തളച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു നല്ല അർത്ഥം. ആക്ച്വലി അവര് ഈ സിനിമ പോലെ തന്നെ അവര് ചിലപ്പം മരിച്ചു കാണത്തില്ല. കൺട്രോൾ ചെയ്യുക. അങ്ങനെ എന്തായാലും സിനിമ കണ്ടവർക്ക് അറിയാം. അതില് ക്യാരക്ടേഴ്സിനെ കൊല്ലാൻ പറ്റത്തില്ല, വാമ്പയേഴ്സ് ആയതുകൊണ്ട്. അല്ല, നമ്മുടെ ഈ പഴയ മലയാള സിനിമയിൽ തളച്ചു എന്ന് പറയുമ്പോൾ ഒരു മരത്തിൽ ഇങ്ങനെ അപ്പൊ അവർക്ക് മരണം കാണത്തില്ലായിരിക്കും. നീലനെ തളച്ചു. പക്ഷെ നീല ഇച്ചിരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് പുള്ളിക്കാരനെ തട്ടും, നീല് തട്ടും. ഈ മന്ത്രവാദിയെ തട്ടും, സഹോദരനെ തളച്ച സ്ഥിതിക്ക് അങ്ങനെ തട്ടുന്നു. പിന്നാണ് നമ്മുടെ അച്ഛന്റെ ക്യാരക്ടേഴ്സും എല്ലാം വരുന്നത്. മറ്റേ ഈ സഹോദരനെ തളയ്ക്കുന്നോടെ നീല് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചു തുടങ്ങുന്നു. അങ്ങനെ അതങ്ങനെ കുറെ കഥകളുണ്ട്. അത് പല ഇതുണ്ട്. ഒന്ന് കത്തനാരച്ച ഇങ്ങനെ തളച്ചു എന്നുണ്ട്. അല്ലാതെ തന്നെ നീലി അവര് ആ തമിഴ്നാട്ടിൽ പ്രതിഷ്ഠിച്ചു എന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതി പറയുന്നുണ്ട് കഥ. ഈ ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ ഈ നീലിക്ക്. അമ്പലം ഉണ്ടെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ. അങ്ങനെ ഒരു ഇത് അങ്ങനെ ഇപ്പൊ ഈ സിനിമയിൽ തന്നെ വരണേന്ന് പറഞ്ഞാൽ ഇപ്പം എന്തോ മാടൻ മറുത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ദൈവം റിലേറ്റഡ് സാധനമാണല്ലോ. പക്ഷെ ഇതിൽ എനിക്ക് നമ്മുടെ ഫസ്റ്റ് ഒരു അനിമേഷൻ സീക്വൻസ് കാണിക്കുന്നതിൽ
അവരെല്ലാരും പുറത്തുനിന്ന് വന്ന ഭൂമിയിലുള്ള അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രതിമയില്ലേ അതെനിക്ക് തോന്നുന്നത് ഇത് അവർ സയൻസ് ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. കാരണം ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതിന് പകരം സയന്റിഫിക് ആയിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അത് പ്രതിമയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയൻ ആയിട്ട് ഇതിൽ വന്നില്ലേ, ആ ആളുടെ പ്രതിമയാണ്. ടൈറ്റിൽ കാർഡിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ കേട്ടതാണ്. ടൈറ്റിൽ ഇങ്ങനെ നമ്മൾ പടം ഇങ്ങനെ കാണിക്കുമ്പോൾ എക്സ്പ്ലനേഷൻ അതൊക്കെ നമ്മൾ കാണേണ്ട സാധനങ്ങളാണ്. ആക്ച്വലി സ്റ്റോറീസ് അവർ അങ്ങനെയാണ് റിവീൽ ചെയ്യുന്നത്. മിക്ക സ്റ്റോറീസ് ഈ പുറത്ത് ഏതോ ഒരു ഗ്രഹത്തിൽ നിന്നാണ് ഒരു സൂപ്പീരിയർ പവർ ഉണ്ട്, അവര് ഒരാളെ ഭൂമിയിലോട്ട് അയക്കും, എന്തോ സംഭവം തേടി വരുന്നതായിരിക്കും. അങ്ങനെ അതാണ് മൂത്തോൻ. അങ്ങനെ നമ്മുടെ ഇവിടെ വന്നിറങ്ങുമ്പോ ഇവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചിട്ട് ആദിമ പുരുഷന്മാരാണ്. അപ്പോ ഈ മൂത്തോനാണ് ഇവർക്ക് ഈ പുതിയ അഡ്വാൻസ് ടെക്നോളജികൾ പഠിപ്പിച്ചു, തീയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ കാണിച്ചു കൊടുത്ത് ഇവിടെയുള്ളവരെ ബുദ്ധിയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നത് ഈ മൂത്തോനാണെന്നാണ് അതിൽ കാണിക്കുന്നത്. അവർക്ക് ഈ അറിവ് പകർന്ന് അഡ്വാൻസ് ടെക്നോളജി പറഞ്ഞു കൊടുക്കുന്നത് മൂത്തോനാണെന്നാണ് കാണിക്കുന്നത്. എന്നിട്ടാണ് പിന്നെ കാണിക്കുന്ന വെച്ചാൽ ഒരു പേടകത്തിൽ ഈ ആൾക്കാർ വന്ന് ഇറങ്ങുന്നതാണ്, മറ്റേ സുപ്പീരിയർ പവറും അവരുടെ ചിങ്കിടികളും വന്ന് ഇറങ്ങുന്നതാണ് പിന്നെ ഒരു പടത്തിൽ കാണിക്കുന്നത്. പേടകത്തിൽ വന്നിറങ്ങുന്നു. അവര് ഈ മനുഷ്യരെ കൺട്രോളിലാക്കി അവിടെ പണിയെടുപ്പിക്കുന്നതിന്റെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അപ്പൊ മൂത്തോൻ എനിക്ക് തോന്നുന്നു ഇതിനെതിരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ സുപ്പീരിയറുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ എന്തിനാണ് ഇതാക്കും, എലിമിനേറ്റ് ചെയ്യുന്നതാണോ അതോ ഇവിടെ നിന്ന് ഓടിച്ചു വിടുന്നതാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ എന്തായാലും ഓടിച്ചു വിടുക, എലിമിനേറ്റ് ചെയ്യുന്നതോ ചെയ്യും. ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് മറ്റൊരു പേടകത്തിൽ ഒരു പെണ്ണ് വന്ന് വെള്ളത്തിൽ വീഴുന്ന ഒരു ഷോട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് ഇവരുടെ മോളാണെന്നാണ് പറയുന്നത്. അതാണ് ഈ ഇഷ്ടാർ എന്ന് പറയുന്ന ഒരു ഈ സുപ്പീരിയറിന് ഒരു മോനോ ആരോ ഉണ്ട്, അത് ആ പടത്തിൽ കാണിക്കുന്നുണ്ട്. സണ്ണാണെന്നും പറയുന്നു തന്നെ. അത് ഒരു മകൻ എന്ന് പറയുന്നത് മൂത്തോൻ, ഒരു മോളെന്ന് പറയുന്നത് ഇഷ്ടാർ. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. ഇത് അതിനെ മദർ എന്നെന്തോ കൊണ്ടാണ് പറയുന്നത്. ഇത് മറ്റേ നമ്മുടെ പഴയ മെസപ്പൊട്ടേമിയൻ അങ്ങനെ അതിൽ എന്തോ എടുത്ത മറ്റേ അനുനാക്കീസോ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ആ ഒരു സ്റ്റോറി കോൺസെപ്റ്റ് നിന്നാണ് വന്നേക്കുന്നത്. ഇസ്താർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാണ് തോന്നുന്നു ആ ക്യാരക്ടർ കൺഫേം ചെയ്യണല്ലോ. അത് എനിക്ക് പക്ഷെ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ തോന്നിയത് ദുൽഖർ പുള്ളിക്കാരന്റെ എന്തായാലും ശബ്ദം കേൾക്കാം. പക്ഷെ അത് ഞാൻ സത്യത്തിൽ സിനിമ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ശബ്ദം. സത്യം പറഞ്ഞു, നീ ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ സൗണ്ട് ശ്രദ്ധിച്ചില്ല. സൗണ്ട് കുറച്ച് മോഡുലേറ്റഡ് സൗണ്ട് ആണ്. നമ്മള് ഫസ്റ്റ് കണ്ടപ്പം ശ്രദ്ധിച്ചില്ല, രണ്ടാമത് നോക്കിയപ്പോഴും മമ്മൂട്ടി ആണെന്ന് അറിഞ്ഞിട്ട് നോക്കിയപ്പോ പുള്ളിയുടെ സൗണ്ട് വേണ്ട എന്ന് മാത്രമേ സംസാരിക്കൂ ശബ്ദത്തില്. അപ്പൊ അത് കൺഫേം ആയതാണ്. അപ്പോഴേ അതില് എന്ന് പറഞ്ഞാൽ ഇസ്താർ എന്ന് പറഞ്ഞാൽ മൂത്തോന്റെ സഹോദരി എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. നീ പറഞ്ഞ ആ പ്രതിമ എനിക്ക് തോന്നുന്നു ഇസ്താറിന്റെ ആണെന്ന് തോന്നുന്നു. ആ തല വെട്ടിയിട്ടേക്കുന്നത് കാരണം അത് സ്ത്രീയുടെ പ്രതിമയാണ്. സ്ത്രീയുടെ പ്രതിമയാണ്. ഒരു പേടകത്തിൽ വന്ന് വെള്ളത്തിൽ വീണിട്ട് രക്ഷപ്പെടുത്തൂലേ, അവരുടെ പ്രതിമയാണ് ആ ഗുഹയിൽ ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. മേ ബി മറ്റേ എന്ന് പറയുന്ന പറഞ്ഞ പോലെ മറ്റേ ഒന്നാമത് ദൈവങ്ങൾക്ക് നമുക്ക് ശക്തി തരുന്ന പണ്ട് ഇഷ്ടമല്ലായിരുന്നു. മറ്റേ ഗ്രീക്കിലൊക്കെ മറ്റേ പ്രൊമീത്തിയസ് ആണ് നമുക്ക് തീ തരുന്നത്. അതിന് പകരമായിട്ട് പുള്ളിക്ക് കുറെ ശിക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്കാണ് മൂത്തോൻ ഇങ്ങനെ വന്ന് മനുഷ്യരെല്ലാം പഠിപ്പിച്ചു തരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചിലപ്പോൾ ഇവരെക്കാട്ടി അഡ്വാൻസ്ഡ് ആവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും, മനുഷ്യരെ ഡെവലപ്മെന്റ് പേടിച്ചിട്ടായിരിക്കും. അപ്പോഴത്തേക്ക് അതിന് പകരമായിരിക്കും മറ്റേ പുള്ളിക്കാരി ഇസ്താറിനെ വിട്ടത്. ഇസ്താറിന്റെ കോൺസെപ്റ്റ് പൊതുവെ വന്നിട്ട് പുള്ളിക്കാരെ മൂത്തോൻ അടിച്ചമർത്തി എല്ലാവരെയും മീൻസ് അവരുടെ ടീംസിനെ ഒന്നേന്ന് എടുത്തിട്ട് മനുഷ്യരെ നശിപ്പിക്കാനായിരിക്കണം. അതിനായിരിക്കും ചിലപ്പോൾ ഈ വൈറസ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഈ മറ്റേ സഹോദരി വന്നപ്പോഴത്തേക്കും, സഹോദരിയാണെന്ന് അറിഞ്ഞൂടാ, ഇസ്താർ വന്നപ്പോഴത്തേക്കും ഇവരുമായിട്ട് പിടിച്ചു നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മൂത്തോൻ ഇവരെ പോലുള്ളവരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് അനിമേഷൻ ഒരു നിക് ഫ്യൂരി. മറ്റൊരു താനോസ് അതായിരിക്കും കോൺസെപ്റ്റ്. മദർ ആയിരിക്കും താനോസ് മിക്കവാറും മെയിൻ. അപ്പൊ ഫസ്റ്റ് കത്തനാര് വന്ന് നീലിയെ തളച്ച് മൂത്തോന്റെ ആയിട്ട് എന്തോ കമ്പനിയാക്കും. അതാണ് പിന്നീട് നമ്മുടെ നീലിയും കത്തനാരോടെ ചേർന്നിട്ടാണ് ചാത്തനെയും മറ്റേ ഒരാളെയും കൂടെ ഒടിയനെ കൂടെ വീണ്ടും തളയ്ക്കാൻ പോകുന്നതെന്നാണ് ഒരു നമുക്ക് എനിക്ക് മനസ്സിലായ അല്ലല്ല അത് തന്നെ തോന്നുന്നു. കാര്യം മറ്റേ ടൊവിനോയുടെ ചാത്തനും പിന്നെ മറ്റേ പുള്ളി DQന്റെ ഒടിയനും ഇവരെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ്. അതെ. പിന്നെ സിനിമയിൽ കാണിക്കൂലേ കത്തനാരന്റെ ഇത്. കത്തനാരൻ തോന്നുന്നു ഇവരെ എല്ലാത്തിനെയും
ഒരുമിപ്പിച്ച ഒരു എന്ന് വെച്ചാൽ റിക്രൂട്ട് ചെയ്യാൻ ഇവരെ മൂത്തവനെ സഹായിച്ചെന്ന് തോന്നുന്നു. നീ പറഞ്ഞ നിക് ഫ്യൂരി കത്തനാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഒരു ഹോളി ഗ്രെയില ഹോളി ഗ്രേയിൽ. ഹോളി ഗ്രെയിൽ കഫേ അത് കത്തനാറിന്റെ ഉടമസ്ഥയിലുള്ള സാധനമാണല്ലോ. കത്തനാറിന്റെ ചെറുമോനല്ലേ നോക്കുന്നത്. അപ്പോഴ് പുള്ളിയാണ് ഇപ്പം അതിന് കത്തനാറിന്റെ ചുമതലയെല്ലാം ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ എല്ലാം റൂമും കാര്യങ്ങളും ഈ സൂപ്പർ ഹീറോസിന് റൂമൊക്കെ സപ്ലൈ ചെയ്യണം അല്ലേ? അല്ല, ആ സപ്ലൈ ചെയ്യുമ്പോ കണ്ടായിരുന്നു അവരെ കയ്യിൽ കുറെ താക്കോലുണ്ട്, അതിൽ ഓരോരുത്തരും പേരുണ്ട്. അപ്പൊ അത്രയും സൂപ്പർ ഹീറോസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അർത്ഥം. ഇപ്പൊ കത്തനാറിന്റെ ഇതിലോട്ട് വരെയാണെങ്കിൽ അതാണ് അത് പറയാം. ഈ ഹോളി ഗ്രേൽ എന്ന് പറഞ്ഞാൽ അത് തന്നെ അത് മീനിങ് ആണ്, മറ്റേ കർത്താവിന്റെ പിടിച്ച് അതാണല്ലോ അതിന്റെ തീം. അപ്പൊ നമ്മള് കത്തനാറിന്റെ കഥ ബാക്ക് സ്റ്റോറി കുറച്ച് നോക്കിയായിരുന്നു. അപ്പൊ പുള്ളിയുടെ കഥ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആണ് സാധനം. അതും ഇതുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് തോന്നണ്ട അത് വായിച്ചു. മിക്കവർക്കും അറിയായിരിക്കും ചിലപ്പോൾ കത്തനാറിന്റെ കഥ. പുള്ളിക്കാരനൊരു മീൻസ് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിക്കുന്നത്. നീണ് പൗലോസ് എന്നാണ് പേര്. അപ്പൊ പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ പാവപ്പെട്ടവരാണ്. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിക്കുന്നു പുള്ളിക്കാരൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ ഒന്ന് എപ്പോഴും വിഷം വന്നാൽ പള്ളിയിൽ പോയി കരഞ്ഞ് അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ എടുത്ത് വളർത്തുകയാണ് പുള്ളിക്കാരനെ. അങ്ങനെ അവർക്കും ഇതുപോലെയാണ് പശുക്കൾ മാട് ആ ടൈമിലായിരുന്നു. അപ്പോൾ ഈ പള്ളിക്ക് തന്നെ കുറെ പശുക്കളുണ്ട്. പള്ളിയിൽ അച്ഛനെ ഈ പശുക്കളെയും എല്ലാം ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഒരിക്കലും എന്ന് വെച്ചാൽ ഇപ്പൊ ഇതുപോലെ തന്നെ പൗലോസിനെ പുള്ളിക്കാരൻ തന്നെ വളർത്തും. എന്നുവെച്ചാൽ നല്ല പയ്യനാണ്, നല്ല സൽസ്വഭാവിയാണ്. അങ്ങനെ അച്ഛന് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഒരിക്കൽ അവർ ഈ പശുവിനെ കാട്ടിൽ കൊണ്ടുപോകും, മേയ്ക്കാൻ കൊണ്ടുപോകും. അപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും ഒരു പുലി വരുന്നു, അതിലൊരു പശുവിനെ പിടിക്കുന്നു. അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഓടിക്കളയും, മേയ്ക്കാൻ വന്ന ആൾക്കാർ ഓടിക്കളയും, പശു തെക്ക് പല വഴിക്ക് പോകും. അങ്ങനെ എന്ന് വെച്ചാൽ അപ്പൊ പൗലോസ് ഇവിടെ പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഇവര് പല വഴിക്ക് പോയി പശുവിനെ തിരിച്ച് കൊണ്ടുവരണം. എല്ലാരും പല വഴിക്ക് പോകും. അപ്പോഴത്തേക്കും പൗലോസും പോകും. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്ക് സംഗതി രാത്രിയായി. ഇതുവരെ തപ്പിയിട്ട് പോയിട്ടൊന്നും കിട്ടിയില്ല. രാത്രി ആകുമ്പോൾ സംഗതി ബാക്കി എല്ലാ പശുക്കളും തിരിച്ചു വരും. പക്ഷെ തപ്പാൻ പോയി പൗലോസ് വന്നില്ല. പൗലോസ് മിസ്സിംഗ് ആവും. അതാണ് കഥ. അങ്ങനെ പൗലോസ് എന്ന് വെച്ചാൽ അപ്പോഴും അച്ഛനും വിചാരിക്കും പൗലോസ് ഇതുവരെ വന്നില്ല, വെയിറ്റ് ചെയ്യും, രക്ഷയില്ല, ചിലപ്പോൾ പുലി പിടിച്ചെന്നൊക്കെ വിചാരിക്കും. ലാസ്റ്റ് അങ്ങനെ റൂമറാവും, മരിച്ചു, പുള്ളിക്കാരൻ മരിച്ചു എന്നുള്ള ഒരു ഇതാവും. സംഗതി പുള്ളി വഴിതെറ്റി കാട്ടിനകത്തോട്ട് പോകും. പുള്ളിക്കാരന് ഇത് മിസ്റ്റേക്ക്, എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി പുള്ളിക്കാരൻ അങ്ങ് പെട്ടു. ലാസ്റ്റ് പുള്ളിക്കാരൻ ചെന്ന് ഗുഹയല്ല ഒരിടത്ത് എത്തുമ്പോൾ കുറെ പേര് പുള്ളിക്കാരനെ പിടിക്കും. പക്ഷെ നല്ല ആരോഗ്യമുള്ള മനുഷ്യരെന്ന് പറയാൻ പറ്റൂല, ആ രീതിയിലുള്ള കുറച്ച് പേര് സൈസുള്ള കുറച്ച് മനുഷ്യർ പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഒരു ഗുഹയിൽ കൊണ്ടുപോകും. അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ടച്ച് കിട്ടും എവിടെയാണ്. എനിക്കൊരു സീൻ അതിൽ ഓർമ്മ വന്നു. അങ്ങനെ നീ ആലോചിച്ച് നോക്കി അതായത് അപ്പോഴേ ഗുഹയെ കൊണ്ടുപോകും. അപ്പൊ ഗുഹയ്ക്കകത്ത് ഇവരുടെ മൂത്ത ആളുണ്ട്, മെയിൻ സുപ്രീം കമാൻഡർ. അത് എന്നുവെച്ചാൽ പുള്ളിക്കാരനും ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര പവറുള്ള ആളാണ്. അപ്പൊ ഒരു ഗുഹയ്ക്കകത്താണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു ഗുഹയ്ക്ക് ഒരു പരിധിക്കപ്പുറത്താണ് ഈ പുള്ളിക്കാരൻ ഇരിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരനെ കാണുമ്പോൾ കൊല്ലം എന്ന് വെച്ചാൽ അവര് പറയാം നമുക്കിപ്പോ തന്നെ പുള്ളിക്കാരൻ കഴിക്കാന്ന് പറയും. പക്ഷെ അവർക്ക് തോന്നൂല, മനസ്സിലായി, മറ്റേ മൂത്താക്ക് തോന്നൂല, പകരം അമ്മ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോഴും പൗരസിന് ഭയങ്കര വിഷമായി പോകും. ഇപ്പൊ എന്ന് വെച്ചാൽ ചോയ്സ് കൊടുക്കും, ഒന്നെങ്കിൽ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പൊ ജീവിക്കുകയും വേണം, തിരിച്ചു പോകാൻ വേണം. അപ്പോൾ പുള്ളിക്കാരൻ തീരുമാനം കൂടെ നിൽക്കാന്ന് പറയും. അങ്ങനെ പുള്ളിക്കാരന് ഈ ക്യാരക്ടർ മറ്റേ പുള്ളിക്ക് ഇഷ്ടപ്പെടും. പാവമാണ് പൗലോസ്. സംഗതി പുള്ളിക്കാരനാണ് ഇയാൾക്ക് എല്ലാ മന്ത്രങ്ങളും എല്ലാ മാജിക്കൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പുള്ളിക്കാരനാണ്. അങ്ങനെ ഒരു 12 വർഷം കഴിയും പുള്ളിക്കാരൻ അവരെ കൂടെ തന്നെ കഴിയും. ഇവര് തമ്മിൽ ഒരു ബോണ്ടാവും. എന്നുവെച്ചാൽ താല്പര്യമില്ല മനസ്സിലായി. കാരണം വളർത്തിയത് മറ്റേ നാട്ടിൽ പോകണം എന്നുള്ള മൈൻഡ് എപ്പോഴും ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു വിഷമം കാണാൻ മറ്റേ പുള്ളി തന്നെ പറയും, നിനക്ക് ഇങ്ങനെ ഇപ്പോൾ എന്താണ് എൻ്റെ വിഷമം എന്ന് ചോദിക്കും. കാര്യം പറയും, എനിക്ക് നാട്ടിൽ പോകണം, അച്ഛനെ കാണണമെന്ന് പറയും. അത് പറയും പൊക്കോ, പക്ഷെ എൻ്റെ ആൾക്കാർ കാണാതെ നീ പോകണമെന്ന് പറയും. മനസ്സിലായി. അതെനിക്കൊരു കൈൻഡ് ഓഫ് ടെസ്റ്റ് ആണെന്ന് തോന്നുന്നത് പുള്ളിക്കാരൻ. അങ്ങനെ പുള്ളിക്കാരൻ്റെ മാജിക് ഉപയോഗിച്ചാണ്, മന്ത്രശക്തി എല്ലാം ഉപയോഗിച്ചാണ് അവിടെ നിന്ന് എസ്കേപ്പായി തിരിച്ച് നാട്ടിൽ വരുന്നത്. ഈ ഗുഹ എന്ന് പറയുന്നത് നമുക്കൊരു സിമിലാരിറ്റി അതിലുണ്ട്. ഒരു എൻ ക്രെഡിറ്റ് സീനിൽ ഇതുപോലെ ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഒരു സീക്വൻസ് ചാത്തന്റെ. അപ്പൊ നമുക്കൊരു ഡൗട്ട് അടിക്കും. അതിൽ തന്നെ ആ സീക്വൻസിൽ പറയുന്നുണ്ട്. കാരണം മീൻസ് ഒരു സ്വാമി എല്ലാ മറ്റേ ആൾക്കാരെയും കൊണ്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്ന സ്വാമി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിൽ കത്തനാര് മരിച്ചോ എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായ കത്തനാര് മരിച്ചതായിട്ട് ഒരു രേഖ ഒറിജിനലി ഇല്ല. നമ്മുടെ പുള്ളിക്കാരൻ എവിടെയാണ് ജനിച്ചാൽ മരിച്ച അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ മേ ബി പുള്ളിക്കാരൻ എപ്പോഴും ജീവനോടെ ഉണ്ടാകാം. മനസ്സിലായി. പുള്ളിക്കാരനായിരിക്കാം ചിലപ്പോ അവരെ ആ ഗുഹയിലോട്ട് കൊണ്ടുപോയത്. അവിടെ പറയാൻ പറ്റില്ല, ചിലപ്പോ ജീവനോടെ, ചിലപ്പോ പുള്ളിക്കാരൻ കൊണ്ടുപോയ നല്ലവന്മാരാണെന്നൊന്നും അറിഞ്ഞൂടല്ലോ.
ശരി ശരിയാ, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല അതൊരു ഗസ്സാണ്. അല്ല, അത് ഗുഹയും ഇതും അല്ല, വന്നപ്പോഴാണ്. അത് നമ്മുടെ ഒരു ഫാൻ തിയറിയാണ്. ചിലപ്പോ അല്ല, നടക്കാൻ പക്ഷെ ഈ സിനിമയിൽ ഈ ഗുഹയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ, കാര്യം മറ്റേ പവർ നീലി ഒരു കിട്ടുന്നത് ഗുഹയായിരുന്നു. ഗുഹയെന്നാണ്. ഇതും ഒരു ഗുഹയാണ്. അതെ. എല്ലാം ഒരു ഇതാണ്. അപ്പൊ അതാണോ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റൂല. കാരണം ഒരാൾ പോയിട്ട് അയാൾ മാത്രം തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഗുഹയെ പറ്റി നല്ല അറിവ് കാണും. സന്യാസം ലിമിറ്റിനപ്പുറം പോകരുത് എന്നൊക്കെ പോകരുതെന്ന് ആ ഒരു സെയിം സാധനമാണ് കത്തനാരച്ചന്റെയും ബാക്ക് സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു. അപ്പൊ ഈ ഗുഹ പ്രൊട്ടക്ട് ചെയ്യണ ഈ പുള്ളിയാണ്, ഈ ചാത്തന്റെ. അത് ചാത്തനാണോ? പക്ഷെ ആ ഗുഹയിൽ ഇപ്പൊ ആ ഒരു ഇമേജ് കാണിക്കുമല്ലോ, അത് സത്യം പറഞ്ഞാൽ ടൊവിനോടെ ഇമേജ്. അപ്പൊ ഈ ചാത്തന്മാരെല്ലാം ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്. അതിന്റെ ഒരു തിയറി ഞാൻ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്തനാരും നീലിയും കൂടെ ചാത്തിനെ പിടിക്കാൻ പോയില്ലേ, തളയ്ക്കാൻ പോയില്ലേ എന്ന് വെച്ചാ, നീലിയെ തളച്ചിട്ട് കത്തനാര് നീലിയെ തളച്ചിട്ട് നീലിയുടെ അടുത്ത് ചോദിക്കൂലേ, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, ഒരു 2 പേരെ തളയ്ക്കാനുണ്ടെന്ന് പറയൂലേ, ആ ചാത്തനെ ഈ ഗുഹയ്ക്കകത്ത് തളച്ചെന്നും ഒരു തിയറി ഉണ്ട്. അങ്ങനെ ഒരു ഇത് പറയാം. അവിടെ ട്രാപ്പ് ആക്കിയിട്ടെന്നുള്ള ഒരു തിയറി ഉണ്ട്. അതാണ് ഈ ചാത്തനെന്നും ഒരു കേട്ടുകേൾവിയുണ്ട്. ചാത്തനെ ഈ ഒരു അവസാന എൻ ക്രെഡിറ്റിൽ കാണിക്കുന്ന ടൊവിനോനെ അവിടെ തളച്ചിട്ട് അത് അത്ര നല്ല ചാത്തനല്ല, തളച്ചതാവാം. അങ്ങനെ തളച്ചിട്ട് ഈ ഇവര് ആർക്കിയോളജി പോയപ്പം ഈ പുള്ളിയെ എങ്ങനെയോ രക്ഷപ്പെട്ടതാവാം അല്ലേ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ഈ ചാത്തന്മാര് 380 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാരും നല്ല ചാത്തന്മാരായിക്കൊടുന്നില്ലല്ലോ. ഇല്ല, കുറച്ച് ഇപ്പുറത്തോട്ട് പോകും, കുറച്ച് അപ്പുറത്തോട്ട് പോകുമായിരിക്കും. നമുക്ക് ഈ ചാത്തന്റെ കഥ പറഞ്ഞു, അത് കേട്ടല്ലേ ബാക്കി. ചാത്തന്റെ കഥ പറയാം നമുക്ക് അടുത്ത. ചാത്തന്റെ കഥ കത്തനാർ കഴിഞ്ഞല്ലോ. കത്തനാരെന്ന് വെച്ചാൽ അതില് നീലിയായിട്ടുള്ള റിലേഷനേ ഉള്ളു അവര് തളയ്ക്കുന്ന കാര്യം. ജയസൂര്യയുടെ കത്തനാറിനൊരു ക്ലാഷ് ആവും നമ്മളെ പോഡ്കാസ്റ്റ്. ഈ നമ്മള് എന്നുവെച്ചാ പഴയ കഥയിൽ തന്നെ കത്തനാര് നീലിയായിട്ട് റിലേഷൻ ഉണ്ട്. മീൻസ് അവര് ഈ കത്തനാര് അതിനുശേഷം തിരിച്ചു വരുമല്ലോ. മീൻസ് പള്ളിയിൽ അച്ഛനെ വന്ന് കാണുന്നു. അപ്പൊ അങ്ങനെയാണ് കടമുറ്റത്ത് എന്നുള്ള പേര് കൊടുത്ത് കത്തനാരെന്ന് ആ പേര് വരുന്നതിന് തിരിച്ചു വരുമ്പോഴാണ് പുള്ളി അവിടെ വരുമ്പോ തന്നെ പുള്ളിയെ ഈ ആ ഗുഹയ്ക്കകത്തുള്ളവർ ചേസ് ചെയ്ത് വരും, ആ ശിങ്കിടികളെല്ലാം. അപ്പൊ പുള്ളിയുടെ ശക്തി എടുത്ത് നാട്ടുകാരെ മുമ്പിൽ വെച്ച് തന്നെ അവർ ഓട്ടിക്കും. അങ്ങനെയാണ് പുള്ളി ഭയങ്കര ഫേമസ് ആവുന്നത്. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവും പുള്ളി ഒരു അമാനുഷികനായിട്ടുള്ളതാണ്. ആ ഒരു സമയത്താണ് നീലിയുടെ ക്യാരക്ടർ ഒരു ശല്യമായിട്ട് വരുന്നത് എല്ലാവർക്കും. അങ്ങനെയാണ് നീലിയെ ചേസ് ചെയ്ത് പോകുന്നത്. അതില് നമ്മള് ഇതിൽ പറയുന്ന വെച്ചാൽ നീല തിളക്കാനായിട്ട് ഒരു ആണിയിൽ ചുണ്ണാമ്പ് വെച്ച് വെച്ചാൽ നീലി ചുണ്ണാമ്പ് ചോദിച്ചാണ് എല്ലാരും പിടിക്കുന്നത്. പിന്നെ സൗന്ദര്യം വെച്ച് വശീകരിക്കുകയാണ്. അപ്പോഴത്തേക്കും നീലി ഒരിക്കൽ അച്ഛനറിയാം ട്രാപ്പിൽ വീഴുമെന്ന്. അതുകൊണ്ട് അച്ഛൻ നേരെ ആ വഴി കൂടെ തന്നെ പോയി നീലി ചുണ്ണാമ്പ് ചോദിച്ചു. പക്ഷെ പുള്ളി എന്തോ ആണിയിൽ എന്തോ മാജിക് ചെയ്താണ് അങ്ങനെയാണ് സ്റ്റോറി. ഇതില് നമ്മളെ കത്തിയായിട്ട് സിമ്പിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നീല നല്ല കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആണ്, അല്ലെ കുറച്ചുകൂടെ ഒരു മറ്റേ വാൻ ഹെൽസിംഗ് ഒക്കെ പോലെ. അങ്ങനെ അതുപോലെ വാൻ ഹെൽസിംഗിന്റെ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോഴേ അത് അങ്ങനെയാണ് നീലി പുള്ളിക്കാരന്റെ കൂടെ ചേർന്ന് എന്നിട്ട് ഇങ്ങനെ തളയ്ക്കാൻ അങ്ങനെ തളച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏതാ അമ്മൂമ്മയുടെ കൂടെ ഇത് സഹായിയായിട്ടൊക്കെ കൊണ്ട് സീരിയലില് ഭയങ്കര ആത്മബന്ധമാണ് ഇവർ തമ്മില്. ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും. അമ്മൂമ്മ പേൻ നോക്കുമ്പോഴാണ് ഈ ആണി വലിച്ചു വരുമ്പോ വീണ്ടും ശക്തി വരും. അങ്ങനെ പക്ഷെ എന്നിട്ട് പുള്ളിക്കാരി എസ്കേപ്പ് ആവാൻ നോക്കും. അപ്പൊ വീണ്ടും അതിലാണ് ആ വാഴയിലെ സീൻ വരുന്നത്. എനിക്കാണ് നീലി ആ വെള്ളത്തിന്റെ പുറത്തൂടെ എന്ന് വെച്ചാൽ ഒരു കായൽ കടന്ന് രക്ഷപ്പെടാൻ നോക്കും. അതിലാണ് എനിക്കാണ് അതുമായിരിക്കും ആ പറക്കണ സീക്വൻസ് ആയിട്ട് ആ സ്വപ്നം കാണുന്നതായിട്ടൊക്കെ ബന്ധം വരുന്നത്. നീലിക്ക് ചിലപ്പോൾ പറക്കാൻ കഴിയുമായിരിക്കും. അപ്പോഴാണ് കത്തനാരച്ചൻ വാഴയില വെട്ടി കത്തനാരച്ചന് പുറകെ പോകും. അപ്പോഴാണ് പുള്ളിയുടെ മാജിക് എല്ലാവരും ഒന്ന് ഫേമസ് ആയി വരുന്നത്. ആ വാഴയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചെന്നിലെ കണ്ട് ഫേമസ് ആണ്, സീരിയലിലേക്ക് വാഴയിലയിൽ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ പുള്ളിക്ക് നീലിക്ക് മനസ്സിലാവും പെട്ട് രക്ഷയില്ല, എവിടെ പോയാലും പുള്ളി വരും. അങ്ങനെ കീഴടങ്ങി കൊടുക്കുന്നതാണ്. അങ്ങനെ സ്വമേധിയ പുള്ളിക്കാരിയെ ഇവിടെ എവിടെയോ ഒരു അമ്പലത്തിൽ അങ്ങനെ പ്രതിഷ്ഠ പോലെ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊരു പത്തനംതിട്ട പാലക്കാട് അവിടെയാണ്. ഈ എല്ലാ മാജിക്കൽ സ്റ്റോറി നമ്മളവിടെ റിലേറ്റഡ് ആണ് സത്യം. പക്ഷെ ബാംഗ്ലൂരാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. ബാംഗ്ലൂരാണ് കൊണ്ടുവച്ചാൽ അത് നമുക്ക് കാണുമ്പോ ഒരു സെറ്റിംഗ് കിട്ടാനായിരിക്കും. ഒരു മോഡേണൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും മോഡേണൈസ് ആയിട്ട് ഒരു സിറ്റി കാണിക്കാൻ വേണ്ടി ഇല്ല. പിന്നെ നമുക്ക് അത്രയും എല്ലാവർക്കും അത്രയും പരിചിതം അല്ലല്ലോ ഈ ബാംഗ്ലൂരിന്റെ പല പല പ്രദേശങ്ങളും ആ ഒരു സാധനങ്ങളൊക്കെ കാണിക്കണം. അത് ഒത്തിരി ബ്രില്യന്റ് ആയിരുന്നു അത് അല്ലേ. നമ്മൾ പണ്ട് കത്തനാർ കാണുമ്പോ പുള്ളിയുടെ ഒരു മെയിൻ പ്ലോട്ട് അല്ല, സബ് പ്ലോട്ടാണ് ഈ നീലി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ബാക്കിയുള്ളവരെ രസിക്കണതാണ് പുള്ളിയുടെ. പിന്നെ ഇത് പാമ്പ് കടിക്കുമ്പോഴ് പാമ്പ് കടിച്ചിട്ട് ഒരു ലക്ഷ്മിക്കുട്ടി
ലക്ഷ്മിക്കുട്ടിയെ പാമ്പ് കടിക്കും, എന്നിട്ട് പാമ്പിനെ തിരിച്ച് വരുത്തി ആ വിഷം ഇറക്കിയിട്ട് പോണത്. പിന്നെ ലക്ഷ്മിക്കുട്ടിയായിട്ടുള്ള ഒരു ബന്ധം, ലക്ഷ്മിക്കുട്ടി തകൃതത്ത് മൃതത്തെ കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് നമ്മളെ ചൈൽഡ്ഹുഡിലെ ആ കത്തനാറിന്റെ ഓർമ്മ. നമ്മളെ ഒരു ഫേവറേറ്റ് സീരിയലായിരുന്നു ആ സമയത്ത്. നല്ല പേടിയും വരും, പേടിയും വരും. എനിക്ക് തോന്നുന്നു ആ പുള്ളി കത്തനാർ എന്നുള്ള രീതിയിൽ തന്നെ ഫേമസ് ആയത്. പിന്നെ എവിടെ കണ്ടാലും നമ്മൾ കത്തനാര് ഭയങ്കര രജിസ്റ്ററായി. പുള്ളി ഇപ്പൊ കത്തനാർ എന്ന് പറഞ്ഞാലും പുള്ളിയുടെ മോഹമായിരിക്കും നമുക്ക്. അല്ല തന്നെടാ, അത് തന്നെയാണ് പുള്ളിയുടെ തന്നെ ഓർമ്മ പറഞ്ഞത്. അതില് പുള്ളിക്ക് അതിലൊരു വടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ വടി ഇതിലുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ദണ്ട് മറ്റേ ഇതിൽ കാണിക്കുന്നുണ്ട്, കത്തനാർക്ക് കൈമാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ആ അനിമേഷനിൽ കാണിക്കുന്നുണ്ട്. ആ മൂത്തോന്റെ കയ്യിരിക്കുന്ന ആ ദണ്ടാണെന്ന് തോന്നുന്നു. അതങ്ങനെ എനിക്ക് തോന്നുന്നു അതാണ് ഈ സീരിയലിലും അത് കോറിലേറ്റഡ് ആണെന്ന് തോന്നുന്നു രണ്ടും. പിന്നെ ഈ കത്തനാരുടെ ഇതിൽ തന്നെ ചാത്തന്റെ ഇതില്ല, അത് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഒരു പോറ്റി, കുഞ്ഞമ്മൻ പോറ്റിയോ അങ്ങനെ ഒരു ഒറിജിനലി കുഞ്ഞമ്മൻ പോറ്റിയോ അങ്ങനെ എന്തോ പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൻ ഈ ചാത്തൻ വെച്ചുള്ള നാട്ടിൽ ഫേമസ് ആണ്. അപ്പൊ കത്തനാരും പുള്ളിക്കാരനും കൂടെ കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. അത് ഇതിലുണ്ട്, സീരിയലിലുണ്ട്. ഈ കുഞ്ഞമ്മൻ പോറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മൻ പോറ്റി അത് ഒറിജിനലാ, പുള്ളി ഒറിജിനലാ. മറ്റേ ആ ബ്രഹ്മയുഗം ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ അതിന്റെ ഇറങ്ങണതിന് മുമ്പ് ഇത് നമ്മുടെ കുടുംബത്തിന്റെ ഇതാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അവര് തമ്മിൽ റിലേഷൻ ഉണ്ട്. മീൻസ് ഈ കത്തനാരെ പുള്ളിക്കാരൻ നാട്ടിൽ ഇത്തിരി താന്ത്രികനാണ്. മീൻസ് കുഞ്ഞമ്മൻ പോറ്റി എനിക്കാണെങ്കിൽ എല്ലാരും വിശ്വാസം അങ്ങനെ ചാത്തൻ വെച്ച് സേവിച്ച് പുള്ളി അങ്ങനെയാണ്. പുള്ളിക്കാരന്റെ കൂടെ എപ്പോഴും പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഇപ്പം മീൻസ് പുഴ പാസ് ചെയ്യണമെങ്കിൽ തന്നെ ചാത്തന്മാരാണ് തുഴഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറയും. അങ്ങനെ ഒരിക്കൽ കത്തനാരച്ചൻ പുള്ളിക്കാരനെ കാണാൻ വരും. അപ്പൊ കത്തനാരച്ചൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ ശക്തി ഇത് വള്ളം താനെ വരുന്നു, മനസ്സിലായി. അപ്പൊ പോറ്റി വിചാരിച്ച് പോറ്റിയെ കളിയാക്കിയതാണ്. അപ്പൊ അവര് തമ്മിൽ ആൾറെഡി ഒരു ഈഗോ ഉണ്ട്. കാരണം പുള്ളിക്കാരനെ കട്ടിയും വലിയ മജീഷ്യനാണോ കത്തനാർ എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു സ്വീകരണ പ്രകാരം തന്നെ കത്തനാരച്ചൻ വരുന്നത്. പക്ഷെ പുള്ളി തിരിച്ചു പോകുമ്പോൾ ഒരു പണിയെടുക്കും. പുള്ളിക്കാരൻ ചാത്തന്മാരെ വെച്ച് തന്നെ പുള്ളിക്കാരന്റെ ബോട്ട് എടുത്ത് മാവിന്റെ മുകളിലൂടെ വെച്ചോളാം. അപ്പൊ കത്തനാരച്ചന് മനസ്സിലാവും തിരിച്ചു വരുമ്പോഴത്തേക്ക്. എന്നുവെച്ചാൽ പുള്ളിക്കാരനെ താങ്ങാൻ വേണ്ടി കളിയാക്കിയാണ്. അപ്പൊ പുള്ളിക്കാരനും പറയും ശരി, ഇത് ആരാണ് എടുത്തു വെച്ചാൽ അവർ തിരിച്ചിറക്കിയില്ലെങ്കിൽ എന്നുവെച്ചാൽ കുടുംബത്തിലുള്ള അവിടെയുള്ള സ്ത്രീകള് നഗ്നനായിട്ട് തന്നെ വന്ന് ഇത് താഴെ ഇറക്കുമെന്ന് പറയും. അപ്പൊ പോറ്റി കേൾക്കത്തില്ല. പോറ്റി അത് വലിയ ഇതായിട്ട് എടുക്കൂല. സംഗതി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പുള്ളിക്കാർ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ടാകാൻ. അത് ലാസ്റ്റ് ക്ഷമ ചോദിച്ച് ഓക്കെ ആക്കി ചാത്തന്മാരെ വെച്ച് തന്നെ അത് തിരിച്ചിറക്കി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല ഇത് സീരിയൽ ഉണ്ടായിരിക്കും. അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഇതില് നല്ല കണക്റ്റഡ് ആയിട്ട് അവര് എല്ലാം ഒരേ സർക്കിളിൽ തന്നെ അവരെല്ലാരും കണക്റ്റഡ് ആണ്. ഇപ്പൊ ചാത്തനായാലും കത്തനാരച്ചനായാലും മറ്റു പുള്ളിക്കാരനും എല്ലാരും ഒരിടത്ത് അറിവുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. നീലി എല്ലാം ഒരു പോയിന്റിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ആണ്. കത്തനാരച്ചനിലാണ് എനിക്ക് തോന്നുന്നു എല്ലാരും ഒരു പോയിന്റ് ജോയിൻ ആയിട്ട്. ചാത്തന്മാരെ ഇങ്ങനെ ഉണ്ടായി അതിന്റെ കഥ പറ. അത് പറയാം. ചാത്തന്മാരെന്ന് വെച്ചാൽ അത് നമ്മളെ ഹിന്ദു മിത്തോളജി കണക്കാണ്. പക്ഷെ എനിക്കൊന്ന് മറ്റേതിൽ എനിക്ക് അവര് വേറെ യൂണിവേഴ്സിൽ നിന്ന് വന്ന കണക്കാണ്, വേറെ പ്ലാനറ്റ് ഏലിയൻ പോലെ വന്നിറങ്ങിയതായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ പുരാണത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷെ എന്നുവെച്ചാൽ നമ്മുടെ ശിവഭഗവാൻ ഒരിക്കൽ കാട്ടിൽ വരും. അപ്പൊ അവിടെ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു, താല്പര്യം തോന്നുന്നു. കൂളിവാഗ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ പേര്. അപ്പോഴ് സംഗതി അപ്പൊ ഞാൻ കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പറയും. ഓക്കെ, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കാണാന്നുള്ള രീതിയിരിക്കും. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കര പാർവതി ഭക്തയാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ടെൻഷനാവും. പെട്ടു പറഞ്ഞത് ശിവഭക്ത പറയാൻ പറ്റും, ഭാര്യയെടുത്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പുള്ളിക്കാരി ഗതികെട്ട് പാർവതി ദേവിയെ പ്രാർത്ഥിച്ച് വരുത്തുന്നു. അപ്പൊ പാർവതി ദേവി ടെൻഷൻ അടിക്കണ്ട, ഇത് മുമ്പേ നിനക്ക് വിധിച്ചിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ വെച്ചാൽ ഗണേശന് മുലയൊട്ടിയ ശാപം കൊടുത്തായിരുന്നു. ആ ഒരു കഥ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതിന് പകരമായിട്ട് ഇങ്ങനെ ശാപം വരുമെന്ന് പറഞ്ഞു. സെർവന്റ് ആയിരുന്നു അത് ചെയ്ത തെറ്റിന്. പക്ഷെ പകരമായിട്ട് എന്നാ പറയാ, അടുത്ത ജന്മത്തിൽ നിനക്ക് ഒറിജിനലി തന്നെ അവസരം കിട്ടും. അങ്ങനെ അത് റിലേറ്റ്. അപ്പൊ ടെൻഷൻ ആവണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു വിട്ടിട്ട് പാർവതി ദേവി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ അവർക്കുണ്ടാവുന്ന കുട്ടിയാണ് മറ്റേ ആ ചാത്തനെ സംഗതി വളർത്താൻ പുള്ളിക്കാരിക്ക് തന്നെ കൊടുക്കും. എന്ന് വെച്ചാൽ ശിവന്റെ എന്തോ ഒരു കാളയും കൂടെ കാള കൊടുക്കും. കുറെ ഇതുണ്ട് അത്. പക്ഷെ അതിൽ കുറെ കഥകളുണ്ട്. ചിലര് പറയുന്ന വെച്ചാൽ ഇത്രയും 400 ചാത്തനായിട്ടാണ് 400 കുട്ടികളുണ്ടായി എന്ന് പറയുന്നുണ്ട്. യുദ്ധത്തിലുണ്ട് ഒരാളെ 400 അതുണ്ട്. എന്ന് വെച്ചാൽ വേറെ ഒന്നുണ്ട്, രണ്ട്
രണ്ടായിട്ടാണ് ഉണ്ടായത്. അതിൽ ഒരാൾ മാത്രമേ ചാത്തനുള്ളൂ, ബാക്കി 399 പേര് വേറൊരു മുട്ടയെന്ന് മീൻസ് വേറൊരു ശക്തി എന്നാണ് ഉണ്ടായെന്ന് പറയുന്നത്. അങ്ങനെ കുറെ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഇത് മെയിൻ കഥ യുദ്ധത്തിനിടയിൽ രക്തം പൊടിഞ്ഞ് വീണപ്പോ ഉണ്ടായതെന്നാണ് പുള്ളിക്കാരന്റെ പേരും വിഷ്ണുമായ എന്നാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. വിഷ്ണുമായ കുട്ടിച്ചാത്തനായൻ എന്തോ കഥയുണ്ട്. ശിവനെയും പാർവതിയും കാണാൻ പോകുമ്പോഴ് നന്ദി കയറ്റി വിടൂല ഈ ചാത്തനായോണ്ട്. അപ്പോഴ് രൂപം മാറി, വിഷ്ണുവിന്റെ എന്തോ രൂപം എടുത്തിട്ടാണ് കയറി പോയത്. ചാത്ത ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നാരദൻ തന്നെ വന്ന് പറയും നിന്റെ അച്ഛനും അമ്മയും ഒറിജിനൽ അമ്മയും ശിവനും പാർവതിയാണെന്ന് പറയും. അപ്പൊ പുള്ളിക്കാരനെ കാണണമെന്ന് തോന്നും. അങ്ങനെ പോകുമ്പോഴാണ് നന്ദി കയറ്റി വിടത്തിൽ. അപ്പൊ പുള്ളിക്കാരന്റെ മാജിക് ശക്തി ഉണ്ടല്ലോ, ശിവന്റെ അംശമാണല്ലോ. പുള്ളിക്കാരൻ വിഷ്ണുവിന്റെ രൂപം എടുത്ത് അപ്പൊ ആർക്കും തടയൂലല്ലോ, അങ്ങനെ കയറ്റി വിട്ട്. അപ്പൊ അവിടെ ചെന്ന് കാര്യം പറയുമ്പോ അവര് ശിവനും പാർവതിയും കൂടെയാണ് ഇങ്ങനെ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ പറയാം നീ ജനിച്ച തന്നെ ഒരു അസുരന്റെ കൊല്ലാൻ വേണ്ടിട്ടാണ്. ആ അസുരനാണ് മറ്റേ എന്തോ അമ്പ് വിടും, എന്താ അമ്പ് വിടുന്ന ബ്രഹ്മാസ്ത്രം വിടുമ്പോ ആ യുദ്ധത്തിനിടയ്ക്ക് എന്ന് വെച്ചാൽ ഓരോ മുറിവ് വെക്കുമ്പോൾ ഓരോ തുള്ളി വീഴും. അതിൽ നിന്ന് ഓരോ ചാത്തന്മാരുണ്ടാവും. അങ്ങനെ 400 പേരുണ്ടാവും മൊത്തം. അപ്പൊ അതില് പുള്ളിക്കാരെ 10 ബ്രഹ്മാസ്ത്രം എന്തോ ചെയ്യും. 10 എണ്ണം ബാക്കി 400-ല് 90 പേര് മറ്റേ 90 അല്ല ബാക്കി 10 പേര് ഇത് വിഴുങ്ങി. അതാണ് 390-ലാവണം കണക്ക്. 389 അല്ല 390 അതിൽ ഒരാളാണ് പുള്ളി, ഒരാളാണ് ടോയിലോ. അങ്ങനെ അതാണ് ചാത്തന്റെ കഥയായിട്ട് ഇതിൽ പറയുന്നത്. അല്ല, അതാണ് ചാത്തന്റെ ഒരു ഐതിഹ്യം. ഇതാണ് സിനിമയിൽ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞൂടാ. സിനിമ കുറച്ചും കൂടെ ഹിന്ദു മിത്തോളജി അല്ല ഇത് ചെയ്യണം, കുറച്ചും കൂടെ സയൻസും കൂടെ. സയൻസ് എനിക്ക് തോന്നുന്നുണ്ടോ, എനിക്ക് ചിലപ്പോ ക്ലോൺ ആയിരിക്കും അവരെല്ലാം. അങ്ങനെ അത് മറ്റേ ടൈറ്റിലിൽ കാണിക്കുന്നുണ്ട്, കുറെ ഐഡന്റിക്കൽ ആയിട്ടുള്ള കൊച്ചുങ്ങളെ ആക്രമിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് എങ്ങനെ വന്നേന്നുള്ളത് ഇനി സിനിമയിലെ അറിയാൻ പറ്റും. ചിലപ്പോ ക്ലോൺ ആയിരിക്കാം. പക്ഷെ അതില് ചാത്തൻ മാത്രമാണ് എനിക്ക് ഒരു മാജിക്കൽ ആയിട്ട് തോന്നണം അല്ലേ. ബാക്കി നമുക്ക് സയൻസ് ഒരു ദൈവത്തിനെ ഐ ആം ഗോഡ് എന്ന് പറയണം, അതൊരു രീതിയിലാണ് കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ചാത്തൻ ചിലപ്പോ ഈ സയന്റിഫിക് റീസണിങ് ഉള്ള ഒരാളായിരിക്കും ചിലപ്പം. ഏലിയനെ പോലെ ആയിരിക്കും, ടെലിപ്പതി പോലെ എന്തെങ്കിലും ആയിരിക്കും, മനുഷ്യന്റെ മനസ്സ് നിയന്ത്രിക്കുന്നതോ. കാരണം പുള്ളിക്കാരൻ അതിൽ കുറെ കാണിക്കുന്ന മാജിക് അങ്ങനെയല്ല. പുള്ളിക്കാരൻ നമുക്ക് കാണാതാവുന്നു, മറ്റേ പുള്ളിയെ ഗ്ലാസിനകത്താക്കുന്നു. പുള്ളിയെ മെജീഷ്യൻ ആയിട്ടാണ് ലോക്കിയെ പോലൊരു ക്യാരക്ടർ ആയിരിക്കാം. അതായിരിക്കാം സംഗതി. പക്ഷെ അത് എനിക്കാണ് ഇത്രയും പേരും എനിക്കാണ് ക്ലോണ് പോലെ എന്തെങ്കിലും ആയിരിക്കും. പുള്ളി ഇതില് ഡോക്ടറാണ് അല്ലേ, മൈക്കിൾ എന്നാണ് പേര്. അത് ഇത് ഇപ്പം അതിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴാണ് മൈക്കിൾ എന്നുള്ള പേര് റിവീൽ ആവുന്നത്. ആ സിനിമയില് കല്യാണി പറയുന്നുണ്ട് ക്ലിനിക്കിലാണ് വെടിയാക്കുമ്പോഴ് മൈക്കിളിന്റെ ക്ലിനിക്കിലാണ്. അപ്പോഴേ അവര് ചോദിക്കും, ഇത് നിശാന്ത് ചോദിക്കും എന്തിനു മൈക്കിളിന്റെ അവിടെ പോയ എന്തിനാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവരും മറ്റേവരും വേറെ ടീമാണെന്ന് തോന്നുന്നല്ലേ ഈ ചാത്തനും. അത് ചിലപ്പോ എനിക്ക് ഈ ടൊവിനോടെ ക്യാരക്ടർ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം ഒരു സ്ഥലം ഇതുവരെ തീരുമാനിച്ചില്ലെന്ന് തോന്നുന്നു. കോസ്റ്റ്യൂം അത് അതിലവര് ഹോളി ഗ്രെയിൽ ആ ഒരു ഇതുണ്ട്. അവരെനി അതാണ് എനിക്ക് കത്തനാർ അച്ഛനാണ് മെയിൻ പോയിന്റ്. പുള്ളി ഇതില് ഏതാണ്ട് ഒരു ഇപ്പൊ മാർവൽ സിനിമാറ്റിക് പോലെ അതിലും ചിലര് അവസാനമല്ലേ ജോയിൻ ചെയ്യണം. ഈ താനോസ് ആണ് ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് ജോയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതേപോലെ ആയിരിക്കും ലാസ്റ്റ് ഇതില് ജോയിൻ ചെയ്യണം. എൻഡിങ് ചിലപ്പോ അങ്ങനെ ആയിരിക്കും. 5 പാർട്ടില്ലേ, 5 ഹീറോസ് ഉണ്ട്. അല്ല, അടുത്തത് ഈ ചാത്തന്റെ കഥയാണെന്നാണ് തോന്നുന്നത്. അല്ല, ഈ 5 പേരുണ്ട്. അതിൽ എന്ത് ഒരെണ്ണം ചാത്തൻ, ഇതിപ്പോ നേരത്തെ നീലി കഴിഞ്ഞ് ചാത്തൻ കഴിഞ്ഞ് പിന്നെന്തോ ഒടിയനുണ്ട്, പിന്നെ മാടൻ, പിന്നെ മരതൻ. അല്ല, ഇപ്പം ഈ സൗബിന്റെ ക്യാരക്ടറും പിന്നെ അപ്പുറത്താരായിരുന്നു, അല്ല സൗബിനും വേറൊരു ബാലു വർഗീസ് സൗബിനും പിന്നെ അഹാനയും പിന്നെ മറ്റേ പുള്ളിക്കാരി ശാന്തി. അപ്പം ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും തോന്നുന്നു? ഇവരുടെ ക്യാരക്ടേഴ്സ് എനിക്ക് വേറെ എന്തെങ്കിലും, കാരണം അവര് പകല് വെളിച്ചത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. ശാന്തി പക്ഷെ പുള്ളിക്കാരി വെളിച്ചത്തിൽ നിൽക്കുന്നില്ല. എങ്കിൽ ചിലപ്പോ ഇതുപോലെ തന്നെ അറിയും. പുള്ളിക്കാരി ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് പുള്ളിക്കാരിക്ക് എന്തോ പവർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അഹാനയ്ക്ക് അത്ര എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ വെറുതെ. അതിപ്പോ കല്യാണി സാധാരണ മനുഷ്യനെ പോലെ അല്ലേ. എന്നാലും ഒരു ആ ഒരു പെർട്ടിക്കുലർ സീനിൽ കാണിക്കുമ്പോൾ എന്തെങ്കിലും ശക്തിയാണോ? അങ്ങനെ കാണിക്കുമ്പോൾ ഒരാളെ കൂടെ കാണിക്കുന്നുണ്ട്. മറ്റേ എപ്പോഴും കിടന്ന് ഉറങ്ങണ ഒരു പുള്ളിക്കാരനില്ലേ, മറ്റേ ഇവരുടെ റൂമിലെ ഒരു കണ്ണാടി വെച്ച് ഇങ്ങനെ അവനെ ആ സീനിൽ കാണിക്കുന്നുണ്ട്. അവന് സൂപ്പർ പവർ കാണൂലേ? കാണിക്കുന്നുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്ലിനും
കല്യാണിയും പോലീസ് തേടുന്നു വാണ്ടറായിട്ട് ന്യൂസിൽ കാണിക്കുമ്പോഴാണ് സൈമൾട്ടേനിയസ്ലി എല്ലാരും ഇരുന്ന് കാണുന്ന രീതിയിൽ കാണിക്കുന്നത്. കാരണം അപ്പൊ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് പോലെയാണ്. എക്സൈറ്റ്മെന്റ് പോലെയാണ് ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മ്യൂസിക് കൂടെ വരുമ്പോ അത്രയും നമ്മള് മറ്റേ ഹോളിവുഡ് സിനിമയില് മാർവലിലെ സിനിമയിൽ ഇങ്ങനെ പടപടയെന്ന് കാണുമ്പോ ഒരു രോമാഞ്ചം വരും. പ്രത്യേകിച്ച് സൗബിനെയും കൂടെ കാണാം. അപ്പൊ ഇവര് മറ്റേ ടീമിന്റെ ആൾക്കാരായിരിക്കും. കാരണം ഇവർക്ക് അറിയാം, ഈ നീലിയെയും ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ മിസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കുട്ടി ഹീറോ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. മറ്റേ ആ ഡോക്ടർ ബ്ലഡ് എടുത്തോണ്ട് പോകുന്ന സീക്വൻസ്. ഡോക്ടർ ആയിരുന്നു കുറെ പേര് ഇങ്ങനെ ഡോക്ടറിന്റെ കയ്യിലിരിക്കുന്നില്ലേടാ താളിയോല. അത് ആക്ച്വലി അങ്ങനെ ഒരു താളിയോല ഉണ്ടെന്നാ പറയുന്നത്. അത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഡോക്ടർ വിജയരാഘവനാണ്. പക്ഷേ ഈ താളിയോല ഒറിജിനലി അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. കത്തനാർ എഴുതിയ ഒരു താളിയോല ഉണ്ടെന്നാണ് പറയുന്നത്. അത് റിലേറ്റഡ് ആയിട്ടാണ് അതിന്നായിരിക്കും ഈ നീലിയെ പറ്റിയിട്ടും ബാക്കിയുള്ളവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പുള്ളിക്കാരന് കിട്ടിയത്. അത് മാത്രമല്ല എനിക്കാണ് പുള്ളിക്കാരന്റെ കൊച്ചുമോക്ക് അസുഖം ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ മറ്റേ നമ്മുടെ വില്ലന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കാണ് പുള്ളിക്കാരി ചിലപ്പോ പുള്ളിക്കാരിയാണ് ഈ മറ്റേ ഇതാവണമെങ്കിൽ സൂപ്പർ വില്ലൻ, മെയിൻ വില്ലൻ ആവണം. മറ്റേ പക്ഷേ ഒരു സംഭവം ഉണ്ട്, ഈ ഹെൽത്തി അല്ലാത്ത ബോഡി ഇത് അഡാപ്റ്റ് ചെയ്യൂല എന്ന് പറയുന്നത്. ചിലപ്പോ ഇതിൽ നിന്ന് ഒരു മരുന്ന് പോലെ എന്തെങ്കിലും കണ്ടുപിടിക്കാനും ആവാം. ഈ പുള്ളിക്കാരിയുടെ ബ്ലഡ് മാത്രമല്ലല്ലോ എടുത്തു, ചിലപ്പോ ഓരോരോ ഇത് സ്ഥലത്തു നിന്നുള്ളത് കളക്ട് ചെയ്തോണ്ടിരിക്കാം. പുള്ളിയുടെ ഒരു വാസ്റ്റ് ശേഖരമായിരിക്കും. പിന്നെ പുള്ളി ഡോക്ടറും കൂടെ അല്ലേ, ഡോക്ടറോട് ആയതുകൊണ്ട് പുള്ളിക്കാരൻ എന്താണ് എങ്ങനെ അത് വൈറസ് ആണെന്ന് പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അതിൽ പുള്ളിക്കാരനല്ല അതായത് പുള്ളി ഇങ്ങനെ നടക്കുന്ന ഓരോ ഇൻസിഡൻസും പോയി തപ്പി പിടിച്ച് അവരുടെ ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ തവണ ആയിരിക്കില്ലല്ലോ. ഇപ്പൊ പുള്ളിക്കാരൻ റിസർച്ച് ചെയ്യായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി ആൾക്കാരെ സൂപ്പർ പവർ ഉള്ളവരെ ആക്കാൻ വേണ്ടിട്ടായിരിക്കും. ഈ ലാസ്റ്റ് നമ്മുടെ ഈ എൻഡ് ഗെയിമില് കുറെ ആൾക്കാര് അസംബിൾ, നമ്മുടെ അസംബിൾ അല്ല മറ്റേ താനോസിന്റെ അസംബിൾ കുറെ പേര് വരും. അപ്പൊ ഈ ലാസ്റ്റിൽ ഇവര് കാണിക്കല്ലോ ഈ നമ്മുടെ സാൻഡി മാസ്റ്ററിനെ അതിൽ കുറെ ആൾക്കാര് അതെല്ലാരും ലാസ്റ്റ് വരും ഒരു തിയറി കേൾക്കുന്നുണ്ട്. പിന്നെ അവര് സീല് പതിക്കൂലേ, ഓരോന്നും പല ടൈപ്പ് സീലുകളാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ പവർ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഈ വാമ്പയറിനെല്ലാം ഒരു സെക്ഷൻ അങ്ങനെ ആയിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ നീലിയെ തളയ്ക്കുമ്പോഴേ കത്തനാര് ഇവിടെ കുത്തിയല്ലേ തളയ്ക്കണം അല്ലേ, കുത്തി. അപ്പോഴത് അത് പിന്നീട് അവർക്ക് തന്നെ അവര് ഊരിയെടുത്തിട്ട് അവർക്ക് ജീവൻ കൊണ്ടുവന്നു. അതേപോലെ ഇവരെ കയറ്റി വെച്ചിരിക്കുകയാണ്. ആവശ്യം വരുമ്പോ എടുക്കാൻ വേണ്ടി കിടക്കയില്ലേ കുറെ ആൾക്കാർ. മറ്റേ കത്തി വെള്ളി എന്താണെന്ന് തോന്നുന്നു. വാമ്പേഴ്സിന് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഹോളിവുഡിൽ കണ്ടത് വീക്ക്നെസ് അതാണ്. വെള്ളി ഉണ്ട്, ബ്ലേഡിലൊക്കെ വെള്ളി എടുത്ത് എറിയുമ്പോഴേ വെള്ളി കത്തിയായിരിക്കും അങ്ങനത്തെ. ചിലപ്പോ എൻഡില് ചിലപ്പോ ഇവരെല്ലാരെയും മറ്റേ ദുഷ്ടശക്തി വന്ന് രക്ഷിക്കുമായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു ഇസ്താർ ഉള്ളതുകൊണ്ട്. കാരണം ഇത്രയും ടീമുകളെ ഇവരുണ്ടാക്കിയല്ലേ, അപ്പോഴേ ഈ ദുഷ്ടശക്തിക്ക് ടീം വേണ്ടേ, അതിനുവേണ്ടി ഈ വില്ലന്മാരുണ്ടല്ലോ. അപ്പോഴേ ഈ സാൻഡി മാസ്റ്ററിനൊക്കെ ഭാവിയില് ഒരു എനിക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നു. കാര്യം അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇത് ഒരു സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരാളും എനിക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നു. ആരായിരിക്കും? ചന്തു. ചന്തു ഡോക്ടർ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ വാനത്തിലോട്ട് നോക്കിയിരിക്കുന്നു. എനിക്ക് സംശയമുണ്ട്. കാര്യം ഈ പുള്ളിക്ക് എന്തൊക്കെയാണ് അറിയായിരിക്കും. ഈ ആസ്ട്രോ പുള്ളി എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയില്ലേ? കാരണം പുള്ളിക്ക് ഡോക്ടർ ആണെങ്കിലും പുള്ളിക്ക് ഇൻട്രസ്റ്റ് എപ്പോഴും നക്ഷത്രം കാര്യങ്ങള് ഇത് അതാണ് ഇഷ്ടം. അപ്പോഴും പുള്ളി എന്തോ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നസ്ലിനും ഒരു ക്യാരക്ടറായിട്ട് വരുന്നെങ്കിലും പുള്ളിയുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ടല്ലോ. മറ്റേ പണ്ടുള്ള സാധനം എന്ന് വെച്ചാ ഈ നീലി ഇത്രയും വർഷം ഇമോർട്ടൽ അല്ലേ, ഇത്രയും വർഷമായിട്ട് നിന്നതിന്റെ ഒരു ഒരു ഇത് ആദ്യം കാണുമ്പോൾ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഒരാളെ കാണാൻ ഇവൻ ഇങ്ങനെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ഈ രഘുനാഥ് പാലാരിയാണ് അത് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നത്. താൻ വയസ്സായി, അവര് തരവുമാണ്.
അവര് തരത്തിന് തരമല്ല, പണ്ടെപ്പോഴോ കണ്ടിട്ടുള്ളതാണ്. ആണ് എന്ന് വെച്ചാൽ അവര് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിക്കാരി ആ ഏജിൽ തന്നെ പണ്ടത്തെ നെസിനെ പോലുള്ള ഏതൊരു കൂട്ടുകാരനാണ്. നസ്ലിനെ ഇപ്പം മറ്റേ പഴയ നസ്ലിനെ കാണിക്കുന്നുണ്ടല്ലോ, ഏതൊരു ബ്രിട്ടീഷ് യുദ്ധത്തിലല്ലേ വെടിവെച്ച് മരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു സംഭവം വെച്ചാൽ ഇപ്പം നസ്ലിൻ ഏതാണ് സിമിലർ ഫേസ് ആണ് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് സെയിം ഫേസ്. അപ്പം മറ്റേ അങ്ങേർക്കും രാജാവിന് സെയിം ഫേസ് ആണ്. അപ്പം ഇവർ രണ്ടുപേരും പിന്നെയും കാരണം രാജാവിന് എന്തോ അറിവുണ്ട് സത്യം. അല്ല, രാജാവിന് ഈ സെയിം ഫേസ് സെയിം ഫിഗറും കിട്ടണമെങ്കിൽ എന്തെങ്കിലും പ്രീവിയസ് കണക്ഷൻസ് അതേപോലെ അതില് ഉള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ടിന്റെ ഇതുണ്ടല്ലോ, ഹാർട്ടിന്റെ പ്രശ്നമല്ലേ. അപ്പോഴേ അതില് നമ്മുടെ ശരത് സഭേര ചേട്ടൻ ഉണ്ടല്ലോ, ചേട്ടനെ റിവീൽ ചെയ്തിട്ടില്ല. ഇല്ല പുള്ളി എന്താ ഗജേന്ദ്രൻ അല്ലേ? അതല്ലേ ഈ രാജാവ്? അല്ല അതല്ല, അവര് റിവീൽ ചെയ്തിട്ടില്ല. രാജാവ് മറ്റേ ഗരുഡ സ്ക്വാഡ് അത് മന്ത്രിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള എന്തോ ആളാണ്. അങ്ങേരാണ് ഗജേന്ദ്രൻ എന്നാണ് എനിക്ക് തോന്നണത്. രാജാവിന്റെ രൂപമുള്ള അങ്ങേരല്ല. അറിയാവുന്നവർ പറയുക. പുള്ളിയെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങേരെ അളിയൻ എന്ന് പറയുന്ന ആള് ഈ ഫോണിലൊക്കെ വിളിക്കാൻ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ ഗജേന്ദ്ര പുള്ളി മറ്റേ ഒരു മറ്റേ മന്ത്രിയുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴേ ഭയങ്കര ക്ലിയർ ആയിട്ടാണ്. പുള്ളിക്കാരനെ അറിയാം നീലിയുടെ വീക്ക്നെസ്. എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഇവര് കണക്ഷൻ ഉണ്ട്. പക്ഷെ ഗജേന്ദ്രൻ ആരാ? ഗജേന്ദ്രൻ ഇങ്ങേരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇങ്ങേരല്ല. കാരണം ഇങ്ങേരെ സൗണ്ടും അതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങേരായിരുന്നു ഇനി അടുത്തതിൽ അറിയാം. പിന്നെ നസ്ലിനെ ഈ പുനർജന്മം വെച്ചാൽ നസ്ലിനെ മറ്റേ ബ്രിട്ടീഷ് മറ്റേ പട്ടാളക്കാരനായിരുന്നല്ലോ. ഇതിനും ആ ഒരു ലാസ്റ്റ് വെടിവെക്കൂല നസ്ലിൻ. അപ്പോഴ് ഈ വെടിവെക്കുന്ന സംഭവം ചിലവര് പറയുന്നത് ഇവൻ മറ്റേ ഷൂട്ടിങ്ങിന് പോയിട്ട് ആ ഒരു അതിന്റെ പ്രാക്ടീസ് ആണെന്ന് പറയുന്നത്. ചിലവര് പറയുന്നത് പണ്ടത്തെ പട്ടാളക്കാരന്റെ ഒരു ഇതായിരിക്കാമെന്നും പറയുന്നു. കാരണം ടൈറ്റിൽ ഇതേപോലെ അനിമേഷൻ കാണിക്കുമ്പോൾ നസ്ലിന്റെ ഒരു നസ്ലിനുണ്ട്. ചിലപ്പോ അതിലേക്കായിരിക്കും. കുറെ ഡീറ്റെയിൽ ഉണ്ട് ഇതിൽ. അല്ലാതെ എനിക്ക് തോന്നുന്നു നസ്ലിനും ഇനി സിമിലർ ഫേസും മറ്റങ്ങേർക്കും അതേ ഫേസ്. അതാണ് എനിക്കൊരു സംശയം. മറ്റങ്ങേർക്ക് എന്തായാലും കാര്യം അറിയാം, മറ്റേ വില്ലന്റെ കാര്യം അറിയാം, എവിടെയാണ് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഒക്കെ ഉണ്ട്. അവന് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒരു സംഭവം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മെയിൻ ആയിട്ടൊരു സംഭവം ഈ തുടക്കം തൊട്ടേ കാണിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻ മാഫിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്ന് വെച്ചാൽ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകുന്നു, എത്രയോ പേരെ തട്ടിക്കൊണ്ട് പോകുന്നു. അത് ഈ ഇവർക്ക് വേണ്ടി ഫീഡ് ചെയ്യാനാണെന്ന് ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. ഈ വാമ്പയേഴ്സ് പോലെ ഗജേന്ദ്രന് അങ്ങേർക്ക് ഇങ്ങനെ ഇവരുടെ ഒരു ആർമി പോലെ എന്തെങ്കിലും സെറ്റപ്പ് ചിലപ്പോ കാണുമായിരിക്കും. ചാൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഓർഗൻ മാഫിയ ഈ ഹാർട്ട് കൊണ്ടുപോകുന്നത് ഹാർട്ടല്ല, ആൾക്കാരെ മൊത്തത്തിലല്ലേ കൊണ്ടുപോകുന്നത്. മിസ്സിംഗ് ആവുന്നേ ഉള്ളൂ. ഓർഗൻ മാഫിയ എന്ന് പറയുന്നല്ലേ ഉള്ളൂ. മൊത്തത്തിലാണ് കൊണ്ടുപോകുന്നത്. കഴുത്തിൽ കുത്തിവെച്ചെടുത്തോണ്ട് പോവേല്ലേ. പോയിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ നീലിയെ പോലുള്ള ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാനായിരിക്കാനും സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. മലയാള സിനിമ അതെ അതെ, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എഴുതി എടുക്കണം കേട്ടോ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവര് റൈറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ഇതൊക്കെ അവർ അറിഞ്ഞു കാണുമെന്തോ. ഇതൊക്കെ ഫാൻ തിയറീസ് ആണ് ഗൈസ്. എനിക്കും തോന്നുന്നു. കാര്യം അതിന് സാധ്യതയുണ്ട്. കാര്യം അതിൽ മെയിൻ എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി സ്വീഡനിൽ നിന്ന് വന്നിട്ട് മൂത്തോൻ വിളിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാര് സാധാരണ ഒരു വിഷയം അവിടെ നടക്കുന്നു, ഒരു കോമൺ ആയിട്ട് ഒരു വിഷയം അതിൽ ഇടപെടുന്നു. അതാണ് പുള്ളി സോൾവ് ചെയ്തതെന്നാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ നീ പറയുന്നത് ഈ ഇതിലും ബന്ധമുണ്ടെന്ന്. കാര്യം ഈ ഇങ്ങനെ കുറെ ആൾക്കാർ ചിലപ്പോ കാണും അവർ ഈ ഗജേന്ദ്രന്റെ സൈഡില്. ഗജേന്ദ്രൻ ചിലപ്പോ മറ്റേ ആളായിരിക്കും, ചിലപ്പോ രഹസ്യമായിട്ട് ഒരു ആർമിയെ ഡെവലപ്പ് ചെയ്യായിരിക്കും. അത് കണ്ടിട്ടായിരിക്കും മൂത്തോൻ ഇവരെ ഇങ്ങോട്ട് വിളിച്ചത്. അല്ല, അതിലൊരു കാര്യം പറഞ്ഞാലേ മറ്റേ ഇസ്താറിന് ഈ വൈറസ് ഇറക്കുന്നതിന്റെ മനുഷ്യനെ നശിപ്പിക്കാനാണ്. എനിക്ക് തോന്നുന്നു അതിൽ നീല് മാത്രമാണ് നല്ലതായിട്ട് ചിന്തിച്ചത്. ബാക്കി എല്ലാരും മൂത്തോന്റെ കൂടെ കൂടിയത് മൂത്തോന്റെ മോളാണെന്നൊക്കെ, മോളെ പോലെയാണെന്ന് പറയുന്നില്ല. അപ്പം ഈ സൈഡിൽ നിൽക്കുന്ന നീലി മാത്രമായിരിക്കും. അല്ല, നീലി കാണും മറ്റേ നമ്മുടെ ചാത്തനും ചാടി നിൽക്കുന്നത്. പിന്നെ അതിൽ അവര് തന്നെ പറയുന്നുണ്ട്, ഏതോ ഒന്നില് പറയുന്ന വെച്ചാൽ നീലി തന്നെയാണ് ഏറ്റവും പവർ കുറഞ്ഞത് നീലിക്കാണെന്നാണ് പറയുന്നത് ഈ കൂട്ടത്തില്. അപ്പൊ ഇതിനെക്കാട്ടി വലിയ വമ്പന്മാരാണ് ഇനി ഉള്ളത്.
നീലിയാണ് ഏറ്റവും പവർഫുൾ. നീലിയുണ്ട്, പിന്നെ ഒടിയനും ഇങ്ങനെ നമ്മുടെ മൂത്തോന്റെ കൂട്ടമല്ലേ. പക്ഷെ അങ്ങേരെ ഇതിൽ ഒരു വോൾഫിന്റെ പടമാണുള്ളത്. വോൾഫിന്റെ പക്ഷേ ഇതില് ഒടിയൻ കൂട്ടായിരിക്കും, അത് റിവീൽ ചെയ്തിട്ടില്ല. മറ്റേ കഫേലുണ്ട്. കഫേലുണ്ട്. ചിലപ്പോ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോ മറ്റേ ഈ ഒരു ഹോട്ടൽ പോലെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചില്ലി ചെയ്യാൻ. പിന്നെ ഇവര് ഈ സ്വീഡനിൽ നിന്ന് വരുമ്പോഴും മൂത്തോന് നിനക്ക് ഒരു മകളെ പോലെയാണെന്നാണ് പറയുന്നത്. എന്നാലും ഈ കല്യാണിക്ക് അത്ര ഒരു ഇതില്ല, ഒരു കണക്ഷൻ കണക്ഷൻ പറയുന്ന കേൾക്കുന്നില്ല, ഒരു ഇതില്ല, ഒരു എന്ന് വെച്ചാ ഒരു അത്ര അഫക്ഷനേറ്റഡ് അല്ല. മകളെ പോലെയാണ് എന്ന് പറയുന്നേ ഉള്ളൂ. കണക്ഷൻ തോന്നുന്നില്ല ഇവര് ഈ കല്യാണിയും ഇവരും. ഈ മൂത്തോനാണെങ്കിൽ ഇവരെയൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പൊ ആ ഒരു കണക്ഷനെ കാണും, അത്ര കണക്ഷൻ വരില്ല. അല്ല, എനിക്ക് തോന്നുന്നു നീലിയും മൂത്തോനും തമ്മിൽ മുമ്പ് എന്തോ ഒരു ഉടക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കണം പുള്ളി അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, എന്തോ ഒരു ഇതുണ്ട്, എന്തോ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. മാത്രമല്ല നമ്മളെ മറ്റേ ക്യാരക്ടർ മൂത്തോന് വേണ്ടി സംസാരിക്കുന്ന പുള്ളിക്കാരന്റെ ക്യാരക്ടർ ആയിരുന്നു നിശാന്ത്. പുള്ളി എനിക്ക് ഒരു സ്ട്രോങ് ക്യാരക്ടർ ആയിരിക്കാം ചിലപ്പോ. നിശാന്തിനാണ് എല്ലാം അറിയാം, നിശാന്തിന് അത്യാവശ്യം ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ. നിശാന്തിന്റെ കാര്യം ഒരെണ്ണം ഞാൻ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു സിനിമയില് ഈ ആണി വലിച്ചു ഊരിയിട്ട് കമ്പനി ഈ നീലിയാണ് നീലിയായിട്ട് കമ്പനിയുള്ള ഇങ്ങേരാണ്, അത് വെച്ചിട്ടാണ് ഇവിടെ കാസ്റ്റ് ചെയ്തെന്നൊക്കെ ഒരു റൂമർ. എന്തൊക്കെ ചുമ്മാ റീലിന് വേണ്ടി ഇടുന്ന. പിന്നെ നമ്മളിപ്പോ മറ്റേ ബ്രഹ്മയുഗത്തിലെ പോലെ തന്നെ ചാത്തനും അല്ല അത് പറയുന്നുണ്ട്, അത് ഇതില് ടൊവിനോ വരെ ഇത് കാണിക്കുന്നുണ്ട്. താല്പര്യമുണ്ട്. ചാത്തന്റെ കാര്യമല്ലേ, ചാത്തനെ പൊതുവെ മിക്കവാറും കാണുന്നതെന്ന് വെച്ചാൽ ഈ ചുമന്ന കണ്ണായിട്ട് വന്നിട്ടാണ് കാണുന്നതെന്നൊക്കെ ഒരു പറഞ്ഞു. അതാണ് ടോവിനൊക്കെ ആ ചുമന്ന ഗ്ലാസിന്റെ ചുമന്ന കണ്ണാടി അങ്ങനെ ഒരു രീതി കൊടുത്തേക്കുന്നതിനൊക്കെ ഒരു തോന്നുന്നു. കോസ്റ്റ്യൂം അങ്ങനെ പ്ലേസ് ആണ്. പിന്നെ നമുക്കുള്ളത് ഒടിയനാണ്, പിന്നെ ദുൽഖറിന്റെ ലാസ്റ്റ് ഒരു സീക്വൻസ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ മാടൻ എങ്ങാനും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അവസാനം യമൻ എന്ന് പറയുമ്പോ യമനാണെന്നും ചിലർ അതെന്താന്ന് അറിയാവോടാ? അത് അല്ല ഈ മാടൻ എന്ന് പറഞ്ഞ കേസ് എന്താ അറിയാവോ? മാടൻ അങ്ങനെ ഒരു കഥയുണ്ട്, കരിമാടനോ അങ്ങനെ എന്തോ ഒരു മാടനുണ്ട്. പുള്ളിക്കാരനെ വെച്ചാൽ ഈ മരിക്കാൻ കിടക്കുന്നവരെ മുമ്പില് ഒരു കറുപ്പ് നിറത്തി വന്നിട്ട് പിന്നെ അവർക്ക് മരണമായിരിക്കും. പക്ഷെ ഞാൻ ഈ ദുൽഖറിന്റെ കോസ്റ്റ്യൂമും പിന്നെ ദുൽഖർ തന്നെ കണ്ടതിന് ശേഷം ആരും ജീവിച്ചിരിക്കൂലല്ലോ. എന്നിട്ട് ഈ യമൻ എന്ന് പറയുമ്പോ ഞാൻ വെച്ച് മാടൻ ആയിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നാണ്. പിന്നെ ഒഫീഷ്യലി ഒടിയനാണ് ഇപ്പോഴാണ്. ഒടിയനാണെന്ന് തോന്നാൻ കാര്യമുണ്ട്. കാര്യം കൂടെ വരുന്ന പട്ടിക്ക് മറ്റേ ഒരു കാലില്ല, പിന്നെ കല്യാണിയെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് അവിടെ വരുന്ന പട്ടിക്ക് കാലില്ല. അത് രണ്ടും ഒരു പട്ടിയില്ലേ? അല്ല, രണ്ട് ഓഡിയൻ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും സാധനം ഫുള്ളി ഇതായിരിക്കൂല, ഫുള്ളി അനിമൽ ഫോമിലായിരിക്കൂല, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണും. പിന്നെ കല്യാണി ആ ഒരു ഡോഗ് റിലേഷൻ ആദ്യം തൊട്ട് അവരാ കുഞ്ഞിനെ തൊട്ടേ ഒരു പട്ടി എപ്പോഴും കൂടെ ഉണ്ട്, അതൊരു ഡോഗ് റിലേഷൻ. പക്ഷെ എനിക്ക് അതിലിങ്ങനെ കാലുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതൊരു ആ ഡോഗുകൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെ കാണിക്കുന്നുണ്ട് മിക്ക സീനിലുണ്ട്. പൂച്ചയാണ് എതിര്, പൂച്ചയ്ക്ക് മനസ്സിലായി. അത് മമ്മിയിലാറ്റേതുപോലെ മമ്മീനെ പൂച്ചയല്ലേ, അതേ ഒരു സീക്വൻസ്. പക്ഷെ എനിക്ക് ഈ ഒരു നമുക്ക് ഓഡിയൻ എന്ന് പറയുമ്പോ ലാലേട്ടനല്ലേ ഓർമ്മ, നമുക്ക് ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ മീശയൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ഇതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതെ, ആ സിനിമയെ നമുക്ക് പെട്ടെന്ന് ഒടിയൻ എന്ന് പറയുമ്പോ ഓടിയൻ ആ സാധനം ഓർമ്മ വരും. ആ ഫൈറ്റ് ഒക്കെ കാണുമ്പോഴേ ഒടിയനാണെന്നേ നമുക്ക് ബ്ലേഡിന്റെ ഒക്കെ പോലെ സ്റ്റൈലാണ്. നമ്മുടെ ഇവിടത്തെ ഓഡിയന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ആരാണ് സാമൂതിരിക്ക് വേണ്ടിട്ട് ആർക്ക് വേണ്ടിട്ടാണ് ആരെ കൊന്നോണ്ടിരുന്നത് അങ്ങനെ എന്തോ അങ്ങനെയല്ല. ഈ ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഈ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടപ്പോഴത്തേക്കും ഈ താഴ്ന്ന ജാതിയിലെ ഒരു പുള്ളി തന്നെ മീൻസ് അതൊരു മന്ത്രാതല്ല ഒരു പ്രതിഷ്ഠ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വരവായിട്ട് ചോദിക്കും, ഇങ്ങനെ എനിക്ക് ഇതിനെതിരെ എന്തെങ്കിലും വേണം, ഇങ്ങനെ നമ്മളെ കുലത്തിനെ മൊത്തം ഇങ്ങനെ നശിപ്പിക്കണം അങ്ങനെ ഒരു രീതിയിൽ എന്നുവെച്ചാൽ. അപ്പൊ പുള്ളിക്കാരൻ പറയും ഇങ്ങനെ ശക്തിയൊന്നും തരാൻ പറ്റില്ല, പക്ഷെ കുറച്ച് ട്രിക്കുകൾ പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനെ കൊടുക്കുന്ന ഒരു മന്ത്രവാദവും ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് സംഗതി വെച്ചാണ് അവർ ചെയ്യുക. അവരെന്ന് വെച്ചാൽ അമാനുഷികമുള്ളവരല്ല, മനുഷ്യർ തന്നെയാണ്, പക്ഷേ ട്രിക്സുകൾ കുറെ അറിയാം. അത് അതില് ഒടിയൻ എന്ന് പറഞ്ഞാൽ ഈ ഗർഭിണിയായമാരുടെ ഈ ഭ്രൂണത്തിലെ ബ്ലഡ് ഒക്കെ വെച്ചത് എനിക്ക് ബ്ലാക്ക് മാജിക് ആണ് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ടാണ് അവർ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാനും കേട്ടത് ഈ പാലക്കാട് എന്തോ ആണ് ഈ ഒടിയന്മാരുടെ കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, ഒരു സൈക്കോളജി പ്രൊഫസർ ഇവിടെ
കാര്യവട്ടത്ത് ആ പുള്ളിയുടെ എന്തോ ഒരു ഇന്റർവ്യൂ എന്താ കണ്ടതാണ്. അപ്പൊ ഈ പാലക്കാട് ഏരിയ അവിടെ എവിടെയാണ് ഇവര് താമസം. അപ്പൊ അവരുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ പണ്ട് ഇങ്ങനെ മനുഷ്യന്മാര് തന്നെയാണ്. അപ്പൊ അവര് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ പഠിച്ചിട്ട് എന്തോ ഇങ്ങനെ കുറെ മെഡിസിനൽ എന്തോ സംഭവമൊക്കെ ചെയ്തിട്ട് അത് ചെവിയിൽ പരട്ടുമ്പോൾ അവർക്ക് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നത് ഈ കൂലിക്ക് വേണ്ടി സംഭവം എന്ന് വെച്ചാൽ ഈ വലിയ ആൾക്കാര് വന്നിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യിപ്പിക്കും. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് ഇവരെ കൊണ്ട് ചെയ്യിക്കും. എന്ന് പറഞ്ഞപ്പോ വലിയ ആൾക്കാർക്ക് കുറെ കാശും ഇതൊക്കെ സേഫ്റ്റി എന്നുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവരെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു പരിപാടി കേട്ടിട്ടുള്ളത്. അല്ല ഈ പറഞ്ഞ കേട്ടില്ലേടാ ഇപ്പൊ പറഞ്ഞ അതാണ് ആദ്യമായിട്ട് പഠിച്ചെടുത്ത ആളെന്ന് പറഞ്ഞത്. പിന്നെ ഈ കൈമാറിയവരെല്ലാം അത് വേറെ ഇതൊരു ഫാമിലി വൈസ് ചെയ്യുന്ന, പിന്നെ ബാക്കി കുറെ പേര് ഇതുപോലെ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഈ ഓഡിയൻസ് സിനിമയിൽ ഏതാണ്ട് ട്രഡീഷൻ പോലത്തെ സെറ്റപ്പിലാണ്. മറ്റേ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്ത് സെറ്റപ്പിലാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു അസാസിനെ പോലെയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു സെയിം സാധനമാണ് ഇവിടെയും കണ്ടിട്ടുള്ളത്. ഇവിടെ പക്ഷെ ഒരു നിഞ്ചയുടെ ലുക്കിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഒരാളാണെന്നാണ് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ഷെയ്ഡ് ഗ്രേ ഷെയ്ഡ് വില്ലത്തരം ഉള്ള ആളാണ്. ഈ ദുൽഖറിന്റെ ക്യാരക്ടർ ഇല്ലേ, ക്യാരക്ടർ ഈ ചാത്തൻ പോലെ അത്ര അവര് അങ്ങനെ ഒരു ഡെവലപ്പ് അത്ര പവർഫുൾ ആയിട്ട് അവര് ഈ കഥയിൽ അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതില്ല ചാത്തൻ ഇതിലുണ്ട്, ഇതില് ഒരു ഇപ്പൊ ചാത്തൻ വരുന്നു, അതിനു വേണ്ടി ഒരു രണ്ട് ക്യാരക്ടറിനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് ഇട്ട പോലെയാണ് തോന്നിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ പിന്നീട് നമുക്ക് ഈ ഒടിയൻ എന്നുള്ള ക്യാരക്ടർ ഇല്ലേ, ഇപ്പൊ ദുൽഖറിന് എനിക്ക് തോന്നിയതാണ്, ഇപ്പൊ ദുൽഖറിനൊരു ഗസ്റ്റ് ആയിട്ട് വരണം ഒരു റോള് അതല്ല അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ദുൽഖറിന്റെ ക്യാരക്ടർ ഇപ്പം ആ സിനിമയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അതിൽ പോസ്റ്റ് ക്രെഡിറ്റിൽ വന്നില്ലേ, ഇപ്പം ചാത്തനാണെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നു, അതിന് ഒരു സംഭവം ഉണ്ട്, നമുക്കിങ്ങനെ മൈക്കിൾ അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ ദുൽഖറിന്റെ ക്യാരക്ടർ ഇപ്പം അതിൽ നോക്കുകയാണെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സിനിമ, ഈ ലോക ചാപ്റ്റർ 1 ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സീനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വെച്ച് നോക്കുമ്പോ പിന്നീട് അതിലെന്തോ ഒരു വേൾഡ് ബിൽഡിംഗ് ചെയ്യണല്ലോ. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തായാലും അടുത്തത് എനിക്ക് തോന്നുന്നു ചാത്തന്റെ കഥയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒടിയനായിരിക്കും. അവരെന്തായാലും അത് ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 5 സിനിമയല്ലേ, 5 പാർട്ടായിട്ടുള്ള സിനിമ. അതില് 2 ഏകദേശം കൺഫേം ആയില്ലേ, ഈ ചാത്തിൻ്റെതും ഒടിയന്റെതും കൺഫേം ആയി. 2 ഉണ്ട്. അതിലൊന്ന് മൂത്തോന്റെ സംഭവമായിരിക്കും, ഒന്ന് ചന്ദ്രയിൽ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇനി കാണും റോള് വരുമായിരിക്കും. ഇതേപോലെ മറ്റേ ചാത്തൻ വന്നതുപോലെ ഒരു സിനിമയിൽ വരുമായിരിക്കും. അല്ലാണ്ട് 5 പാർട്ടായിട്ട് എങ്ങനെ ഈ ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും ജയിക്കുന്ന ഒരു സാധനമായിരിക്കും, മറ്റേ എൻഡ് ഗെയിം പോലെ. എൻഡ് ഗെയിം എനിക്ക് തോന്നുന്നു ഈ 3 ഇല്ലടാ, ചാത്തൻ, ഒടിയൻ, പിന്നെ നീലി, ചിലപ്പോ മറ്റേ മമ്മൂക്കേരായിരിക്കും ഒരെണ്ണം, മറ്റേ 5 പാട്ടിൽ ഒരെണ്ണം അതായിരിക്കാം, മുത്തോന്റെ ബാക്ക് സ്റ്റോറി ആയിരിക്കും, പിന്നെ ലാസ്റ്റ് എൻഡ് ഗെയിം ആയിരിക്കും. ചിലര് പറയണത് ഈ മാടൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പറയുന്നത്. അത് ഈ ഇവര് രണ്ടുപേരാണ് പറയുന്നത്, ഈ മാടന്മാരെന്ന് ഉദ്ദേശിക്കുന്ന ഈ സൗബിനെയും മറ്റേ ബാലു വർഗീസിനെ എന്നാണ് പറയുന്നത്. കാര്യം ഈ മാടൻ തമ്പുരാൻ എന്നൊക്കെ പുള്ളി എപ്പോഴും ഒരു വെപ്പൺ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരും എന്തോ വെപ്പണാണ് വർക്ക്ഷോപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും ക്യാരക്ടേഴ്സ് ഒരു സാധനം എന്ന് വെച്ചാൽ ഇവര് വെപ്പൺ ഉണ്ടാക്കുന്ന ആളെന്ന് ഒരു കിംവദന്തി ഉണ്ട്, ഇവർക്ക് വേണ്ടി വെപ്പൺ സപ്ലൈ ചെയ്യുന്ന. നീ കണ്ട ഇതിലല്ല വായിച്ച പത്രം മാറി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാൻ ഒരു യൂണിവേഴ്സിറ്റി, അതൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ്. അതെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു യൂണിവേഴ്സ് പ്രതീക്ഷിച്ചു. നമ്മുടെ ഇന്ത്യയിലുണ്ടോ, ഇന്ത്യൻ ഇതിലുണ്ടോ? ഇന്ത്യയിൽ തന്നെ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഇല്ലടാ. ഇല്ല, ക്രിഷൊക്കെ ഉള്ളത്. പക്ഷെ അത് ഒരാളല്ലേ ഉള്ളൂ. അല്ല, ഇടയ്ക്ക് വെച്ച് കൽക്കിയിൽ ഇതേപോലെ കുറെ സാധനങ്ങൾ വന്നായിരുന്നു, മറ്റേ രാമായണല്ല മഹാഭാരതമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സാധനം ഇറങ്ങി. ഇതിന് ഇത്തിരി കണക്ഷൻ ഉള്ളത് നോക്കുകയാണെങ്കിൽ കൽക്കീര ഒരു ഇതാണ് ഒരു മോഡേൺ സാധനത്തിനെ എടുത്ത് മറ്റേ പുരാണമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സയൻസും കൂടെ ഒരു കോമ്പിനേഷൻ അതേപോലെ കമ്പൈൻ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം പക്ഷെ അത് ഇത്രയും ഒരു 400 കോടി ബഡ്ജറ്റും 500 കോടി ബഡ്ജറ്റിലാണ് എടുത്തത്. ഇത് നമ്മള് 30 കോടി ബഡ്ജറ്റിൽ നമ്മുടെ നാട്ടിലെ കേരളീയമായിട്ടുള്ള കൽക്കി എന്ന് പറയുന്നത് ഒരു
മഹാഭാരതമാണ്. അതെ. കൽക്കിയും അതൊരു മഹാഭാരതം ഇന്റർനാഷണൽ സാധനമാണ് അത്. International സാധനമാണ്. പലരും റെഫറൻസ് എടുത്തതാണല്ലോ. പക്ഷെ ഇത് നമ്മുടെ ഒരു സിമ്പിൾ സ്റ്റോറി, കേരളത്തിന്റെ ഒരു ഫോക്ലോർ സാധനം. നമ്മുടെ സീരിയലിൽ നിന്ന് നമ്മൾ കണ്ടു തുടങ്ങിയ ഒരു സാധനം. ഈ ഒരു ലെവലിൽ ഹീറോ മറ്റേ ഐതിഹ്യമാല അതാണ് ഇവര് ഒരു ബേസ് ആക്കി പീസാക്കി വെച്ചേക്കുന്നത്. പക്ഷെ അത് നമുക്കിപ്പോ അത് മലയാളത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് ഭയങ്കര സംഭവം തന്നെ. സംഭവം തന്നെയാണ്. തമിഴിലാണെങ്കിൽ ലോകേഷ് യൂണിവേഴ്സ് എങ്കിലും ഉണ്ട് അല്ലേ? നമുക്ക് നമുക്ക് നേരത്തെ ബേസിൽ യൂണിവേഴ്സ് ഉണ്ട്. ആ ബേസിൽ യൂണിവേഴ്സ്. പക്ഷെ അത് പുള്ളി അത്ര അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒരു പുള്ളി ആ സ്ഥലം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഡീറ്റെയിലിംഗ് വെറുതെ തിയറി എടുക്കാനൊന്നും ഇല്ല. അല്ല, ഇതുപോലൊരു കോമിക് അല്ലെങ്കിൽ മാർവൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് നമുക്ക് ആദ്യമായിട്ടാണ്. എന്തായാലും വരുന്ന സിനിമകളും അതേപോലെ തന്നെ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഒരു ആഗ്രഹം. നമ്മൾ ആ ഫസ്റ്റ് ഷോ കാണുമ്പോ ഇങ്ങനെ ഒരു 200 കോടി 300 കോടിയും ആവോന്ന് നമ്മൾ വിചാരിച്ചില്ല അല്ലേ? എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നല്ല ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇതൊരു വേറെ സാധനമാണ്. പക്ഷെ ഇപ്പം പുറത്തോട്ടുള്ളവർക്കൊക്കെ ഈ കള്ളിയങ്കാട്ട് നീ അത് കണക്ട് ആവോ ഇല്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഈ പടം ഭയങ്കര ഇതാണെങ്കിലും ഇത് മലയാളത്തിൽ ടോപ്പ് 1 ആവാന് അത്രയും സ്റ്റാർ ബാക്കപ്പോ അങ്ങനെ ഒരു സാധനം ഇല്ലാതെ ഭയങ്കര ഒരു രീതിയിൽ പോവോ, കണ്ടന്റ് വാല്യൂ ഇനി ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് പോവോ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നല്ല ഓഡിയൻസ് നല്ല കണ്ടന്റ് വാല്യൂ ഭയങ്കര കൂടുതലല്ലേ. ഈ മറ്റേ നമ്മുടെ ഫോക്ലോർ ഒക്കെ ആണെങ്കിൽ പോലും അവര് പറഞ്ഞിരിക്കുന്ന കഥ, പറഞ്ഞിരിക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലാവും. ടെക്നിക്കലി കിടലോ അല്ലേ? സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, എല്ലാം ഒരു കളർ ഗ്രേഡിങ് തന്നെ വേറൊരു സൂപ്പർ ഹീറോ. അല്ല, നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ബാംഗ്ലൂർ ഡെസ്റ്റിനേഷൻ ആക്കി തന്നെ വലിയൊരു ഒരു പാൻ ഇന്ത്യൻ ആക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇപ്പൊ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒരു കള്ളിയങ്കാട്ട് നീലി മറ്റേ പാലമരത്തിലൊക്കെ അത് ഇന്റർനാഷണൽ ആവൂലേ? ഇന്റർനാഷണൽ. കാരണം അവര് ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം തന്നെ എല്ലാം മുണ്ടും സാരിയും അല്ലാതെ നമ്മള് ഒരു എല്ലാരും വായിക്കണം. ഇപ്പം അത് ഈ ഒരു സാധനം എടുത്ത് നമുക്ക് അമേരിക്കയിൽ കൊണ്ടിട്ടാലും അതാണ് ആ കോസ്റ്റ്യൂംസിന്റെയും ഒരു ഇത്. ഹുഡിയും ഭയങ്കര മോഡേൺ. ഈവൻ ആർമി ആണെങ്കിൽ കൂടെ അവരുടെ വെപ്പൺസും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് എല്ലാം കാണിച്ചേക്കുന്നത്. ഗണ്ണുകളായാലും അതൊക്കെ നല്ല ഇതാണ്. പിന്നെ ഈ ചന്ദ്രയുടെ ബാക്ക് സ്റ്റോറി ആണെങ്കിൽ പോലും ഒരു പ്രോപ്പർ നീലിയുടെ സ്റ്റോറി പോലെ അല്ലല്ലോ എടുത്തേക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാവും. അതൊക്കെ വേണമെങ്കിൽ വീണ്ടും പ്രീക്വൽ ആയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ് അല്ലേ? ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ എത്തിയതിന്റെ സ്വീഡനിലായിരുന്നു, ഇതുവരെ എങ്ങനെ ഇതുവരെ എത്തി, സ്വീഡൻ വരെ പോയ യാത്ര വിവരണക്കുറിപ്പ്. ബ്രിട്ടനിൽ വെച്ചിട്ട് മറ്റേ കാമുകനൊക്കെ മരിക്കുന്ന പക്ഷെ അതൊക്കെ എനിക്കാണ് അവർക്ക് എടുക്കാൻ റിസ്ക് കൂടുതലാണ്. ഇനി അങ്ങോട്ട് പോകും തോറും നിലവാരം കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങനെ ഇത്രയും ഹിറ്റ് ആയതുകൊണ്ട് ഇനി അടുത്ത പടം എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെക്ടേഷൻ ആയിരിക്കും. അതാണ് ഇപ്പൊ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ. നമ്മൾ തന്നെ എന്തെല്ലാം തിയറീസ് ഇവിടെ പറഞ്ഞ്. പക്ഷെ അവർക്കും സ്കെയില് കൂട്ടാം. ഇത്രയും പൈസ ഇത്രയും ലെവലായില്ലേ? 100-200 കോടിക്ക് മുകളിലാകുമ്പം 30 കോടി എന്നുള്ള ഇത് നമുക്ക് 100 കോടി ബഡ്ജറ്റിൽ എടുക്കാം. അല്ല, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ചാത്തന്റെ ബാക്ക് സ്റ്റോറി ആണെങ്കിൽ, ഒടിയന്റെ ബാക്ക് സ്റ്റോറി ആണെങ്കിൽ, അതൊക്കെ ഒരു നമ്മുടെ ഫോക്ലോർ അനുസരിച്ചുള്ള ബാക്ക് സ്റ്റോറീസ് ആണ്. പക്ഷെ ഇവര് എങ്ങനെ ഒരു രസമാണ്. അത് നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതായിരിക്കില്ല പറഞ്ഞത്, സ്ക്രീനിൽ അതായിരിക്കില്ല. അതൊരു രസമാണ്, നമുക്ക് ഒരു കാണണമെന്ന് ആഗ്രഹം. അതെ. ഇപ്പൊ ഇനി വരാൻ പോകുന്ന ചാത്തന്റെ ഇതും ഇതിനേക്കാൾ അപ്പുറമാവട്ടെ. അതെ അതെ, അത്ര എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ട്. നമ്മള് ഇത് ഭയങ്കര അഡ്മയർ ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ഇന്റർനാഷണൽ ആക്കിയുണ്ട് അല്ലേ? നമ്മൾ കാത്തിരിക്കുന്നു. നമ്മൾ ബാഹുബലി 2 കാത്തിരുന്ന പോലെ അല്ലേ? ഇതിന്റെ 5 പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് എപ്പോഴും നമുക്ക് പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുന്നു. പക്ഷെ അതേപോലെ നമ്മുടെ ഈ സെഗ്മെന്റ്, അതിനെ കുറിച്ച് നിങ്ങൾ പറയുക. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഒരു അനാലിസിസും നടത്തുന്നത്. ഇതിൽ അതിന് മാത്രം സംസാരിക്കാനുള്ള ടോപ്പിക് ഉണ്ട്. അങ്ങനത്തെ ഒരു മൂവിയാണ്. അല്ല, ഇതുപോലുള്ള സിനിമകൾ ഇപ്പൊ നമ്മള് കുറച്ച് നമ്മൾ ഫിലിം മൂവി ബഫ്സ് ആണല്ലോ. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു ഫിലിമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. നമ്മള് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു സെഗ്മെന്റ് പോലത്തെ ഒരു രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. റിവ്യൂ അല്ലാതെ ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കയോ അങ്ങനെ സിനിമ ടോക്സ് മാത്രം അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സാധനം താല്പര്യമുണ്ട്. നമ്മള് ഫസ്റ്റ് ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ഇതെങ്ങനെ ഉണ്ട്, നമ്മളെ കൊണ്ട് പറ്റുമോ ചെയ്ത് നോക്കിയതാണ്.
ഇനി ഭാവിയിൽ അങ്ങനെ ചെറിയ ഇതേപോലെ ഇത്രയും തിയറി ഒന്നും അല്ലേ എന്നാലും നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ, ഓരോരുത്തരെയും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നോ, നിങ്ങൾക്ക് കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നതോ, അങ്ങനെ ഒരു സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ട് ഡയറക്ടേഴ്സിന്റെ മൂവി അങ്ങനെയുള്ള എക്സ്പ്ലോർ അവരെ ഫിലിമോഗ്രാഫി ഇല്ലേ, ഇപ്പൊ ഉണ്ടായ ഒരു ശ്രീനിവാസന്റെ സിനിമയുടെ ഫിലിമോഗ്രാഫി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇത് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങളും പറയുക എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ലോകയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നമ്മുടെ ഫാൻ തിയറീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് കണ്ടിട്ട് ഇങ്ങനെ ഒരു തിയറി പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ അരുണുണ്ട് ഇതിന്റെ ആ ഒരു കോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ തലയിൽ തന്നെ അരുൺ എന്ന് പറഞ്ഞ കിടിലൻ കോൺസ്പിറസി തിയറിസ്റ്റ്. അപ്പുറത്തെ വീട്ടിലെ ആളുകളെ കുറിച്ചൊക്കെ പറയണോ, അതൊക്കെ അപരാധം എന്നാണ് പറയാറ് നമ്മുടെ നാട്ടിൽ. കോൺസ്പിറസി തിയറി എന്നാ പറയാറ്. അല്ല, മാർവലിന്റെ കാര്യമായാലും DC ആയാലും അങ്ങനത്തെ കോമിക് സാധനങ്ങളൊക്കെ നമ്മള് കുഞ്ഞിനെ കാണുന്ന ഒരു സംഗതിയല്ലേ, നമുക്കിപ്പോ ഒരു യൂണിവേഴ്സ് കിട്ടുകയും ചെയ്തല്ലോ. അപ്പോ ഈ ഒരു ലോകയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ ഈ ഒരു സിനിമ ഡീറ്റെയിൽ അനാലിസിസ് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ടൈം സ്റ്റാമ്പോടെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക്, അവരുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കമന്റ് രേഖപ്പെടുത്താവുന്നതാണ്. അല്ല, ഇതിൽ ഒരുപാട് ഫാൻ തിയറീസ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. അപ്പം നിങ്ങളുടെ തിയറീസും ഇടുക, നമ്മൾക്ക് അത് വായിക്കാൻ തിയറീസ് ആണെങ്കിലും മതി. ഞാൻ കുറെ എന്തൊക്കെയോ തള്ളിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വീണ്ടും ഒന്ന് റീവാച്ചിങ് കൂടെ ചെയ്തു നോക്കുക അല്ലേ. ഈ ലോക OTT ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ തിയേറ്ററിലുണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കുറെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കിട്ടും. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ലോക പോയി കാണുക, എന്നിട്ട് കൂടുതൽ ഈസ്റ്റർ എഗ്സുകളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ അത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡായിട്ട് കാണുമ്പോഴേക്കും ബൈ.